കർത്താവിൻ്റെ വചനം അത് ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്. അതിൽ ഞങ്ങൾ വളരുവാൻ തക്കോണം പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും സകലത്തിൻ്റെ ഉടയവനും കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ഈ പകല് ദൈവത്തിൻ്റെ കർത്താവെ അങ്ങയുടെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കർത്താവെ കടന്നു പോകുവാൻ, ശക്തിയോടെ ദൈവവചനത്തെ പഠിക്കുവാൻ, ആ വചനത്തിൽ ആമീൻ അത് ഞങ്ങളിൽ ഉരുവായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. അത് യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ആമീൻ. വീണ്ടും വരുന്ന കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല പുനരുദ്ധാനത്തിൻ്റെ ദിവസം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാനും കർത്താവിൻ്റെ മേശയിൽ പങ്കാളിയാകുവാനൊക്കെ ദൈവം നമുക്ക് കൃപ ചെയ്തു. എല്ലാറ്റിനുമായി ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവവചനത്തിൻ്റെ ഒത്തിരി ആഴങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുവാനിടയായി. കാരണം ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ വചനത്തിൻ്റെ അടിസ്ഥാനങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മുൻപിൽ നമ്മൾ ശിശുത്വത്തിൽ നിന്ന് നമ്മൾ മാറി വരണം. വചനത്തിൻ്റെ ആഴങ്ങൾ നമ്മുടെ അകത്ത് വെളിപ്പെടുമ്പോഴാണ് യഥാർത്ഥ നമ്മുടെ വിടുതലിലേക്ക് നമ്മൾ പോകുന്നത്. ചിലപ്പോൾ നമ്മൾ നാളുകൾ കൊണ്ട് പ്രാർത്ഥിച്ച വിഷയങ്ങൾ കാണും. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കും, ദൈവം എന്നോട് സംസാരിച്ചൊരു സബ്ജക്റ്റിൽ കൂടെ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എടുത്തു വരുന്നത്. കാരണം നമ്മുടെ അകത്ത് നമ്മൾ ചില വിഷയങ്ങളുടെ പോലെ, ചില എക്സാമിൻ്റെ ആയിരിക്കാം, ചിലപ്പോൾ വിദേശ ഒരു യാത്രയ്ക്കാകാം, ചിലപ്പോൾ രോഗസൗഖ്യമായിരിക്കാം, ചില സബ്ജക്റ്റുകളാണ് നമ്മുടെ അകത്ത് നമ്മളിങ്ങനെ പ്രാർത്ഥനാ വിഷയമായി നിൽക്കുന്നത്. എന്നാൽ വചനത്തിൻ്റെ ആഴങ്ങളിൽ നമ്മൾ കടന്നു പോയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ വചനത്തിൻ്റെ പൊരുൾ നമ്മുടെ അകത്ത് വെളിപ്പെട്ട് കഴിയുമ്പോൾ ഈ വിഷയങ്ങൾ തന്നെ മാറിപ്പോകും നമുക്ക് കാണാൻ പറ്റും. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. കാരണം അകത്തെ ആത്മാവിൻ്റെ സാന്നിധ്യവും ശക്തിയും ഇപ്പോൾ നമ്മുടെ അകത്ത് നമ്മൾ അറിയണം. നമ്മൾ ഒരു യാചകനായിട്ടല്ല നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ആരായിട്ടാണ് നിൽക്കുന്നത്? നമ്മൾ മക്കളായിട്ടാണ് നിൽക്കുന്നത്. പഴയ നിയമങ്ങൾ മുഴുവൻ എടുക്കുമ്പോൾ, പഴയ നിയമത്തിനകത്ത് മുഴുവൻ കാണുന്നൊരു കാഴ്ചയുണ്ട്. ദാസന്മാരാണ്. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. സമയത്തിൻ്റെ കറക്റ്റ് ഞാൻ ചെയ്ത് പെട്ടെന്ന് കയറി വരും. പഴയ നിയമത്തിൽ മുഴുവൻ നിൽക്കുന്നത് ദൈവത്തിൻ്റെ ദാസന്മാരാണ്. എന്നാൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ യേശുക്രിസ്തു വന്നതിന് ശേഷം നമ്മൾ മുഴുവൻ നിൽക്കുന്ന എവിടെയാണ്? പിതാവാ ദൈവത്തിൻ്റെ മക്കളും പുത്രന്മാരും പുത്രിമാരുമാണ്. വ്യത്യാസം നിങ്ങളുടെ അകത്ത് കഴിഞ്ഞ ആഴ്ച പഴയ നിയമത്തെക്കുറിച്ച് പറഞ്ഞു. പഴയ നിയമത്തിൻ്റെ എവിടെ കൊണ്ട് കട്ടാകുന്നു, പുതിയ നിയമം എവിടെ തുടങ്ങുന്നു, യേശുക്രിസ്തുവിൽ എങ്ങനെ തുടങ്ങുന്നുള്ള ഞാൻ എടുത്തിരുന്നു. അപ്പം നമ്മൾ ഇന്ന് പകലറും മക്കളെങ്കിൽ ആരാണ്? അവകാശികളാണ്. നമ്മൾ മക്കൾ അവകാശികളാണ്. പക്ഷേ നമ്മൾ കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ ചില വിഷയങ്ങളുടെ മുകളിൽ ഭാരപ്പെട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മക്കളെക്കുറിച്ച് പിതാവിന് ഒരു പദ്ധതിയുണ്ട്. ഇല്ലേ? നിങ്ങൾക്കില്ലേ? ഉള്ളവർക്കായി കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു വിവാഹാലോചന വരുന്നു. നാട്ടുകാർ വെറുതെ ഈ കുഴപ്പമില്ല, ആളെ ചെറുക്കനെ കൊണ്ട് ഒന്ന് നടത്തിക്കോ, ശരി ഇന്ന് അങ്ങ് നടത്തേക്കാം നിങ്ങൾ പറയുമോ? നിങ്ങൾ എങ്ങനെ പോളൂ? അതിനെക്കുറിച്ച് നിങ്ങൾ വീട്ടിൽ സംസാരിക്കുന്നത് മാത്രമല്ല, നിങ്ങൾ അതിനെക്കുറിച്ച് ഒത്തിരി അന്വേഷണങ്ങൾ നടത്തും. നിങ്ങളുടേതായ മുഴുവൻ അന്വേഷണങ്ങൾ നടത്തി എന്നിട്ട് നിങ്ങൾ ദൈവസഭയുടെ മുന്നിൽ കൊണ്ടുവരും ആ സബ്ജക്റ്റ്. നിങ്ങളുടേതായ രീതിയിൽ ഒരു അന്വേഷണങ്ങൾ മുഴുവൻ നടത്തിയിട്ട് ദൈവസന്നിധി വന്നിട്ട് ബ്രദറെ ഇന്ന പോലെ കാര്യങ്ങൾ നമുക്ക് കൊള്ളാവുന്നവനാണോ ഇല്ലയോ എന്ന് ഒന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചൊരു തീരുമാനമെത്തണം. കാരണം എന്തുകൊണ്ട്? നിങ്ങളുടെ ഒരു ആശ്രയം ആരിലുണ്ട്? ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുക. കർത്താവ് നമുക്ക് എന്ത് ചെയ്താലും അത് നന്മയെ വരത്തുള്ളൂ. എന്നാൽ അവിടുന്ന് അടുത്ത സ്ഥലത്തിലേക്കാണ് മാറുക. ദൈവത്തിൻ്റെ വചനം അകത്ത് ഗ്രഹിക്കപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് മുഴുവൻ നന്മയെ വരത്തുള്ളൂ. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് മുഴുവൻ ആ നന്മയിലേക്ക് വരും. എന്നാൽ പ്രതികൂലമായി ഇപ്പം നിങ്ങളുടെ അകത്ത് നോക്കിയേ. മുമ്പ് ഞാനൊന്ന് പറഞ്ഞു വെച്ചിരുന്നു. പത്രോസ് അപ്പോസ്തലനെ നിൽക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ കുടുംബത്തെക്കുറിച്ച്, കുഞ്ഞുങ്ങളെക്കുറിച്ച്, ഭവനത്തെക്കുറിച്ച് ഭാരത്തോടു കൂടിയാണ് നിൽക്കുന്നത്. എവിടെയാണ് നിൽക്കുന്നത്? കടലിൻ്റെ തീരത്ത് നിൽക്കുക. പടക് കൊണ്ടിട്ടു, പടക് ശൂന്യമാണ്.
ഈ ശൂന്യമായിരിക്കുന്ന പടകിനകത്തിരുന്ന് പത്രോസ് അപ്പോസ്തലൻ തൻ്റെ വല കഴുകുന്നു. യേശു കർത്താവ് അവിടേക്ക് വരുന്നു. പത്രോസിനോട് പറയുന്നു, പത്രോസ് ശകലം പടകൊന്ന് നീക്ക്, എനിക്ക് ഉപദേശിക്കാൻ പോവുക. പത്രോസ് ആ പടകിന്മേലിരുന്നു. പത്രോസ് അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രതിസന്ധിയുടെ മുന്നിലാണ്. വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ശൂന്യമായ പടകാണ് ഇരിക്കുന്നത്. സമ്പത്തുകളൊന്നുമില്ല കയ്യിൽ, എല്ലാം കൊണ്ട് പുള്ളി സങ്കടത്തിലാണ് നിൽക്കുന്നത്. യേശു കർത്താവ് വചനങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ അകത്തൊരു മാറ്റമുണ്ടായി. അകത്തെ മാറ്റം എന്നാണെന്നറിയോ? പത്രോസിനകത്ത് യേശു പറഞ്ഞത് കേട്ടത് മാനസാന്തരം അകത്തുണ്ടായി, ഒരു മാറ്റമുണ്ടായി, ഒരു പുതുക്കം അവിടെ വരാൻ തുടങ്ങി. ഇന്നലെ വരെ ചിന്തിച്ച മണ്ഡലങ്ങൾ എവിടെയോ തടയപ്പെട്ടു പോയതിൻ്റെ കാരണം, എവിടെയോ അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നതിൻ്റെ കാരണം, ഇന്ന് പടക് ശൂന്യമായതിൻ്റെ കാരണം, അതിൻ്റെ പുറകിൽ എന്തോ ഉണ്ട് എന്ന് പത്രോസ് അപ്പോസ്തലന്റെ അകത്ത് തോന്നാൻ തുടങ്ങി. പത്രോസ് യേശുവിൻ്റെ കാൽക്കൽ വീഴുന്ന ഒരു ഭാഗങ്ങളെല്ലാം നിങ്ങൾ വായിച്ചു. യേശു പറഞ്ഞു ആഴത്തിൽ വല വീശുവാൻ പറഞ്ഞു. ആഴത്തിൽ വല വീശി വലിയൊരു പെരുത്ത മീൻകൂട്ടം കിട്ടി. അവൻ്റെ കണ്ണ് പോലും വിശ്വസിക്കാൻ പറ്റത്തില്ലായിരുന്നു. യോഹന്നാനും സബദി മക്കളും എല്ലാവരും കണ്ട് ആശ്ചര്യപ്പെട്ടു എന്നൊക്കെ ബൈബിൾ പറയുന്നു. അവർ യേശുവിൻ്റെ കാൽക്കൽ വീണു. ഞങ്ങൾ പാപിയായ മനുഷ്യരെ ഞങ്ങളെ വിട്ടു പോകണമെന്ന് പറഞ്ഞപ്പോൾ യേശു ഒരു വാഗ്ദത്തം ചെയ്തു, നിങ്ങളെ മനുഷ്യനെ പിടിക്കുന്നവരാകും. അതുവരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ നോക്കണം. അതുവരെയുള്ള ഭാഗങ്ങളിൽ യേശുവിൽ നിന്ന് യേശു അവർക്ക് വേണ്ടി ഒരു സഹായം ചെയ്തു കൊടുക്കുകയാ. എന്നായിരുന്നു? പടകിൽ മീനെ നിറച്ച് അവർക്ക് ആവശ്യമുള്ള കൊടുത്തു. എന്നാൽ ക്രിസ്തുവിലേക്ക് പത്രോസ് അപ്പോസ്തലൻ, സെബദി മക്കളും അവർ മുഴുവൻ 12 അപ്പോസ്തലന്മാർ വന്നു കഴിഞ്ഞപ്പോൾ അവർ മറ്റുള്ളവർക്ക് അവർ ചെയ്തു കൊടുക്കുന്നവരായി. പിടികിട്ടുന്നു നിങ്ങളുടെ അകത്ത്? പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഞാൻ എടുക്കാൻ സബ്ജക്റ്റ് ആ പാഠത്തിലേക്ക് വരുന്നത്. പത്രോസ് അപ്പോസ്തലൻ ചില അത്ഭുതങ്ങൾ. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്നാ? നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങൾ നടന്നു തരണമെന്നാ. ഇപ്പൊ ഏത് മണ്ഡലത്തിലാണ് നമ്മൾ പോയി നിൽക്കുന്നേ? പത്രോസ് നിന്ന മണ്ഡലത്തിലാ. അപ്പൊ നിങ്ങൾ ആരാകേണ്ടിവരായിരുന്നു? കൊരിന്ത്യർ ലേഖനക്കാരൻ പറയാം, നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവരാ. പക്ഷെ നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ ശിശുക്കളെ പോലെ ഇരിക്കുക എന്ന് പറയാം, ചിലതിനകത്തിരിക്കുക. എന്നാൽ പത്രോസ് അപ്പോസ്തലൻ ആ മണ്ഡലത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ പത്രോസ് അപ്പോസ്തലൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്നില്ല. യേശു ചെയ്തതിൻ്റെ ഇരട്ടി പ്രവൃത്തി ആരിൽ കൂടെ ചെയ്യുവാൻ യേശു റെഡിയായി, പത്രോസിൽ കൂടെ കർത്താവ് ചെയ്യുവാനിടയായി. അപ്പൊ നമ്മൾ എങ്ങനെ വളർന്നു വരണം? ആത്മാവി നമ്മൾ വളർന്നു വരികിൽ ഇന്ന് പകൽക്കാലം വരെ സാധ്യമാക്കുന്ന ഒരു ദൈവശക്തി നിങ്ങളുടെ മേലെ ഉണ്ട്. ഹല്ലേലൂയ. നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മ ശക്തി തടഞ്ഞു വെച്ചതിന്മേൽ, ഹല്ലേലൂയ, നമ്മുടെ വഴികളെ തടഞ്ഞു വെച്ചതിന്റെ മേൽ ജയമെടുക്കുന്ന ഒരു ദൈവശക്തി ഉണ്ട് നമ്മുടെ മേൽ. ആത്മാവിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടെങ്കിൽ, നിങ്ങൾ പോകുന്ന വഴി അത്ഭുതങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുക. പത്രോസ് അപ്പോസ്തലനിലേക്ക് ഞാൻ ഒന്നുകൂടെ വന്നിട്ട് വചനത്തിലേക്ക് കടക്കാൻ പോവുക. പത്രോസ് അപ്പോസ്തലൻ കടന്നു പോകുന്ന വഴിത്തരികിൽ പായകളിലും തെരുവ് കോണുകളിലും അനേക വ്യാധികൾ പിടിച്ചവരെ അവിടെ കൊണ്ടിട്ടിരുന്നു. എന്തുകൊണ്ടെന്നറിയോ? പത്രോസിന്റെ നിഴലെങ്കിലും തട്ടിയാൽ അവർ സൗഖ്യമാകുവാൻ തുടങ്ങും. ഇന്ന് പകൽക്കാലം പറഞ്ഞ അസാധ്യങ്ങൾ മുഴുവൻ ക്രിസ്തുവിൽ നിങ്ങൾക്ക് സാധ്യമായി വരുവാൻ തുടങ്ങും. ഹല്ലേലൂയ. കാരണം നമ്മുടെ മേൽ പകരപ്പെട്ട ദൈവശക്തിയെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നുണ്ട്. നമ്മുടെ മേൽ പകരപ്പെട്ട ദൈവശക്തി എന്നതാന്ന് നമ്മൾ തിരിച്ചറിയാത്തിടത്തോളം കാലം നമ്മൾ ആരായി തന്നെ ഇരുന്നു പോകും? നമ്മൾ ശിശുക്കളായി ഇരുന്നു പോകും. ഹല്ലേലൂയ. നമ്മുടെ അകത്തെ സന്തോഷം എവിടെ വരുമെന്ന് അറിയാവോ? ദാവീദ് ഗോലിയാത്തിനെ കല്ലുകൊണ്ട് എറിഞ്ഞ് വീഴ്ത്തി കേൾക്കുമ്പോൾ നമ്മൾ ഹല്ലേലൂയ സ്തോത്രം പറയും. പിടികിട്ടിയോ? ചെങ്കടൽ നിങ്ങളുടെ മുന്നേ വിഭാഗിക്കപ്പെട്ടെന്ന് പറഞ്ഞപ്പോ അവിടെ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവത്തില്ലയോ? ഉണ്ടാകും. ചെങ്കടൽ, വലിയൊരു ചെങ്കടൽ നിങ്ങളുടെ മുന്നിലുണ്ട്. ഇന്ന് പകലത് കീറാൻ പോകാൻ ഭയങ്കര സന്തോഷം നിങ്ങളാകും. പക്ഷേ അവിടെ നിന്നുകൊണ്ട് നിങ്ങൾ അറിയണം, ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ പകരപ്പെട്ടത് ഈ ചെങ്കടലിന്റെ മുന്നിൽ നിന്ന് നിലവിളിക്കുവാനല്ല, ഈ ചെങ്കടലിനെ കീറുവാനുള്ള അധികാരം നിന്റെ മേൽ പകരുവാനാ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവന്റെ ആത്മാവിനെ ദൈവം നിന്റെ മേൽ പകരപ്പെടുവാനാണ്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നിലവിളിച്ചെങ്കിൽ ഇന്ന് നീ നിലവിളിക്കേണ്ട വരത്തില്ല. നീ കരം നീട്ടുന്നിടത്ത് അത്ഭുതങ്ങൾ കാണും. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ അത് വിളിച്ചു പറഞ്ഞു, പൊന്നും വെള്ളിയും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളുടെ കയ്യിൽ ഒരുവന്റെ ആത്മാവുണ്ട്, നസ്രനാം യേശുവിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ് ഇന്ന് പകലിൽ. ഹല്ലേലൂയ. അപ്പൊ പഴയ നിയമത്തിനകത്ത് നിലവിളിച്ചുകൊണ്ടിരുന്ന ജനം ഇന്നും പകൽക്കാലം തിരിച്ചു നോക്കിയേ, യേശുവിന്റെ ആത്മാവിനെ പ്രാപിച്ചവന്റെ മുൻപിൽ ഹല്ലേലൂയ ഭൂതങ്ങൾ കീഴടങ്ങപ്പെട്ടു.
പകരപ്പെടുവാൻ തുടങ്ങി. നന്മകൾ തടയപ്പെടുന്ന വാതിലുകൾ തുറക്കപ്പെടാൻ തുടങ്ങി. മരിച്ചവർ ഉയർക്കപ്പെടുവാൻ തുടങ്ങി. അത് ഒരുവന്റെ മേൽ പകരപ്പെടുവാനല്ല, അത് നിങ്ങളുടെ മേൽ പകരപ്പെടുവാനാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഇറങ്ങണം. ആ ശരീരത്തിന്റെ, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് ഞാൻ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആമേൻ നിങ്ങളുടെ അകത്ത് യഥാർത്ഥത്തിൽ അറിയാൻ മേലാതെ പോകുന്നത്, വചനത്തിൻ്റെ പൊരുൾ അറിയാൻ മേലാതെ പോകുന്നതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ സഹിറയും കണ്ടും ഹല്ലേലൂയ ആമേ അങ്ങനെയുള്ളൊരു അവസ്ഥയ്ക്കകത്തൂടെ നിങ്ങൾ പോകുന്നേ. പഴയ നിയമത്തിനകത്തെ പല മണ്ഡലത്തിനകത്തൂടെ ഇന്ന് സത്യത്തെ നിങ്ങൾ അറിയേണ്ട ഒരു വലിയ മെത്തേഡിലാണ് ഞാൻ ഈ കൊണ്ടുവരുന്നത്. ക്രിസ്തുവിൻ്റെ മേൽ പകരപ്പെട്ട അതേ ആത്മാവിനെ ദൈവം നിങ്ങളുടെ മേൽ പകർന്നു. എന്നിട്ട് യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നതിലും വലിയവ നിങ്ങൾ ചെയ്യും. പറയുന്നപ്പോൾ പിടികിട്ടുന്നു നിങ്ങളുടെ അകത്ത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ പകരപ്പെട്ടിരിക്കുന്നത്, തേജസ്സിൻ്റെ ആത്മാവിനെ എൻ്റെ മേൽ പകരപ്പെട്ടിരിക്കുന്നത്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. 2 കൊരിന്ത്യർ വേഗത്തിൽ 2 കൊരിന്ത്യർ അതിൻ്റെ 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ കർത്താവ് ആരാന്ന് പറഞ്ഞു? ആത്മാവാ. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഈ ആത്മാവുണ്ടോ? ഹലോ, നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? നിങ്ങൾ ഏത് ആത്മാവിനെ പ്രാപിച്ചതാ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതാ. ഇവിടെ പറയുന്നു കർത്താവ് എന്ന് പറയും. നിങ്ങൾ പ്രാപിച്ചത് എന്തിനെയാ? ആത്മാവിനെയാണോ? നിങ്ങളുടെ മേൽ പകരപ്പെട്ടത് ആത്മാവിനെയാണോ? സെഗിയോ മാളി മുറിയിൽ ആത്മാവ് അവരുടെ മേൽ പതിക്കപ്പെടുന്ന കണ്ടു, അവരുടെ മേൽ പതിച്ചു. ഇവിടെ പറയുന്നു കർത്താവ് ആരാന്ന് പറഞ്ഞു? ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. ഇന്ന് സ്വാതന്ത്ര്യമുണ്ടോ? ഇപ്പോഴും നിങ്ങൾ എവിടെ നിൽക്കുന്നേ? ശിശുക്കളാ. അതിനടുത്ത വാക്യം ഒന്ന് വായിച്ചേ. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അപ്പൊ നമ്മളെ ഇങ്ങോട്ട് നിങ്ങൾ അകത്ത് പിടികിട്ടുന്നുണ്ടോ? ഒത്തിരി സമയം പോകും. ഒത്തിരി അതിന്റെ വിശദീകരണത്തിലേക്ക് ഒത്തിരി വന്നു കഴിഞ്ഞാല് കർത്താവ് ആരാന്ന് പറഞ്ഞു? ആത്മാവാന്ന് പറഞ്ഞു. കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞാൽ പിശാച് തടഞ്ഞു വെക്കുന്നിടത്ത് ജയമെടുക്കുന്നതാണ് ആത്മാവ്. ഒരു നന്മ. അതുകൊണ്ടാണ് ഈ യോഹന്നാന്റെ സുവിശേഷം 10 എടുക്കണമെന്നില്ല. 10-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിനകത്ത് പറയാ, പിശാച് വരുന്നത് എന്തിനാ വരുന്നേ? അറക്കാനും മുടിക്കാനും മോഷ്ടിപ്പാനും. ഞാനോ സമൃദ്ധിയായി ജീവനെ നൽകുവാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ പിശാച് തടഞ്ഞെടുത്ത് ആര് മുഖാന്തരം സ്വാതന്ത്ര്യം വരുത്തുകയാ? ക്രിസ്തു മുഖാന്തരം. യേശു ക്രിസ്തുവിന്റെ ആത്മാവ്. ഇവിടെ പറയുന്ന കർത്താവിന്റെ ആത്മാവിനാൽ സ്വാതന്ത്ര്യം വരുത്തി. ഇവിടെ നിൽക്കുന്നു. ഇവിടെ വായിക്കുമ്പോൾ തേജസ്സിൻ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും. അതിനകത്ത് നിങ്ങൾ എല്ലാവരും വന്നോ? അതോ നിങ്ങളുടെ ദൈവദാസൻ മാത്രമേ ഉള്ളൂ? എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഇതിനകത്ത് എല്ലാവരും വരുന്നുണ്ടോ? കർത്താവിനെ തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ പേരുമുണ്ട്. ഞാൻ ഈ കുറച്ചുകൂടെ വരും, നിങ്ങൾക്കത് കുറച്ചുകൂടെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ഇതിൻ്റെ കാര്യങ്ങൾ. പ്രതിബിംബിക്കുന്നവർ എല്ലാവരും നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അതേ പ്രതിമയായി എന്ത് ചെയ്യുന്നു? പിടികിട്ടിയോ? ക്രിസ്തുവിന്റെ അതേ രൂപത്തിലേക്ക്, അതേ ഭാവത്തിലേക്ക്, അതിലേക്ക് ആര് വന്നു കഴിഞ്ഞു? നമ്മൾ വന്നോ? വന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ആ തേജസ് ഇന്ന് പകൽക്കാലം പറഞ്ഞ ആ തേജസ് ആരുടെ മേലുണ്ട്? നമ്മുടെ മേലുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഈ തേജസ് നിങ്ങളുടെ മേലുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അറിഞ്ഞു, നിങ്ങളുടെ മേൽ അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ. ഈ തേജസ്സിന്റെ ശക്തി എൻ്റെ മേലുണ്ടെന്ന് പിടികിട്ടാതിരിക്കുന്നതുകൊണ്ട് ഞാൻ പലതിനെക്കുറിച്ച് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ തേജസ്സിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ടെങ്കിൽ ദൈവശബ്ദം ഞാൻ കേൾക്കുന്നവനായി മാറും. പിടികിട്ടുന്നോ? ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ നടത്തുന്നവന്. ഈ തേജസ് വരുന്നതിന് മുമ്പ് ഒരു വാക്കുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം എടുത്തു, പെട്ടെന്ന് എടുത്തു. 1-ാം അധ്യായം 1, 2, 3 വാക്യം പെട്ടെന്ന് എടുത്തേ.
ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഭൂമി പാഴായും ശൂന്യമായുമിരുന്നു. ഭൂമി പാഴായും ശൂന്യമായിരുന്നു. ആഴത്തിനുമീതെ ഇരുളുണ്ടായിരുന്നു. ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിനരികെ പരിവർത്തിച്ചു. ദൈവത്തിനാൽ എവിടേക്ക്? പാഴും ശൂന്യമായിരുന്നിടത്ത് ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കാൻ തുടങ്ങി. ഇവിടെ നോക്കിയേ, വെള്ളത്തിന്മേൽ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് ദൈവം പറയുക, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. നിങ്ങൾ എവിടെ ആയിരുന്നു? ഇരുളായിരുന്ന നിങ്ങളെ ഇന്നാക്കി വെച്ചിരിക്കുന്നത് എവിടെയാ? വെളിച്ചത്തില. ഇന്ന് പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. പാഴായിരുന്നത്, നന്മയില്ലാതിരുന്നത്, ആമി എന്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരുന്നത്, പിശാച് ബന്ധിച്ചുകൊണ്ടിരുന്നത്, ആമി ബന്ധനത്തിനകത്ത് കിടന്നവർ ഇന്ന് പകൽ രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ അകത്ത് നിങ്ങളുടെ അറിയണം, നിങ്ങളുടെ മേൽ ഒരു ആമി ഇരുട്ടിൻ്റെ അധികാരമില്ല. ദൈവത്തിൻ്റെ വെളിച്ചത്തിൻ്റെ ശക്തിയുണ്ട്. ഇതകത്ത് വെളിപ്പെടാതിരുന്നാൽ ചില കൗലിടയന്മാർ വന്നിട്ട് പറയും, അയലോക്കംകാരൻ ഏതാണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് 3 ദിവസം ഉപവസിക്കണം, എന്നാൽ അതിനെ ഒഴിപ്പിക്കാൻ പോകാം. പിടികിട്ടുന്നു നിങ്ങളുടെ അകത്ത്? ഇങ്ങനെയുള്ള ചിന്തയ്ക്കകത്ത് നിങ്ങൾ വീഴാതിരിക്കണമെങ്കിൽ വചനത്തിൽ നിങ്ങൾ വളരുന്നവരായി മാറണം. പാഴും ശൂന്യമായിരുന്നു ബ്രദറെ, സത്യമാണ്. നന്മയില്ലായിരുന്നു, ശരിയാണ്. ശാപത്തിലായിരുന്നു, ശരിയാണ്. കഷ്ടതയിലായിരുന്നു, ശരിയാണ്. രോഗത്തിലായിരുന്നു, ശരിയാണ്. പക്ഷെ ഇന്ന് ഞങ്ങളുടെ മേൽ അവന്റെ ആത്മാവുള്ളതിനാൽ ഈ ബന്ധനങ്ങൾക്ക് പുറത്താണ് ഞങ്ങളായിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ ഇരുളിനകത്തായിരുന്നു. നമ്മളെ അവരെങ്ങോട്ട് വിളിച്ചു ചേർത്തു? വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം എടുത്തേ. 20-ാം അധ്യായം 20-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 20:20. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 20-ാമത്തെ വാക്യം. കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തുവെന്നും ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചുവെന്നും നിങ്ങൾ അറിയുന്നു. 22. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി. പൗലോസ് പറയും, ഇപ്പോൾ ഞാൻ ആരാൽ? ആത്മാവിനാൽ. എന്നെ ഇവിടെ എല്ലാം നയിച്ചത് ആരാധ പറയുന്നേ? പിടികിട്ടിയോ? നിങ്ങൾ പണ്ട് കേട്ടുകൊണ്ടിരുന്ന ടോപ്പിക്കിലല്ല ഞാൻ ഈ കൊണ്ടുവരുന്നത്. എന്നെ ഇവിടെ എല്ലാം നടത്തിയത് ആരുടെ ആത്മാവിനാലാ? ദൈവത്തിൻ്റെ ആത്മാവിനാലാ. ഏതാത്മാവ് എൻ്റെ മേൽ പകരപ്പെട്ടു? ദൈവത്തിൻ്റെ ആത്മാവ് പകരപ്പെട്ടു. ആ ആത്മാവ് പകരുന്നിടത്ത് പറയുകയാണ്, കർത്താവിൻ്റെ ആത്മാവ് എന്നോട് ഉള്ളതുകൊണ്ട് എന്തുണ്ടോ ഞാൻ സ്വാതന്ത്ര്യം പ്രാപിച്ചു കഴിഞ്ഞു. പിടികിട്ടിയോ? എന്നിട്ട് പറയുകയാണ്, അപ്പോൾ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. വായിച്ചു 23. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. ആരുടെ ആത്മാവിനാ ഞാൻ സ്വാതന്ത്ര്യം പ്രാപിച്ചവനാ? കർത്താവിന്റെ ആത്മാവിനാ. പ്രതിസന്ധി ഉണ്ടെന്ന് പറയുന്നെങ്കിലും ഈ പ്രതിസന്ധി എന്നെ തൊടുവാൻ പറ്റുന്നില്ല. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ഭവനത്തിനകത്ത്, നിങ്ങളുടെ തലമുറയ്ക്കകത്ത് പ്രതികൂലത്തിന്റെ കാറ്റുണ്ടെന്ന് ദേശക്കാര് പറയുമ്പോഴും നാട്ടുകാര് പറയുമ്പോഴും അത് നിങ്ങളെ തൊടാതെ കൊണ്ടുപോകുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവുണ്ട്. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ രോഗം നിന്നെ തകർത്തു കളയുമെന്നോ, ഈ രോഗത്തിൽ നീ പുറത്തു വരത്തില്ലെന്നോ എന്ന് ലോകം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സൗഖ്യത്തോടെ നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവ ശക്തിയുണ്ട്. കാരണം കർത്താവിന്റെ ആത്മാവ് എന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്. ഈ ആത്മാവ് ആരുടെ കൂടെ ഇരിക്കുക? പൗലോസ് പറയും, എന്റെ കൂടെ ഇരിക്കുക. പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയില്ല. ഞാൻ ഈ പ്രതിസന്ധി ഉണ്ടാവുമെന്നും പ്രതികൂലങ്ങൾ വരുമെന്നും ഒക്കെ പറയുമ്പോഴും ഈ പ്രതിസന്ധിയിലൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഞാൻ ഈ പ്രതിസന്ധി കൂടെ അങ്ങ് കടന്നുപോയി. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നിങ്ങളുടെ ആഴത്തിൽ കിടക്കുന്നെങ്കിൽ കർത്താവിനെ ഞാൻ സ്തുതിക്കുക. പത്രോസ് അപ്പോസ്തലൻ കിടക്കുന്ന കാരാഗ്രഹത്തിൽ ആരുടെ ആത്മാവ് പത്രോസിൻ്റെ കൂടെ ഉണ്ടേ? കർത്താവിൻ്റെ ആത്മാവുണ്ടേ. സഭ മുഴുവൻ പറയുന്നു വലിയൊരു പ്രതിസന്ധിക്കകത്തൂടെ സഭ പോകുക. പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുന്നു. യാക്കോബിന്റെ തലവെട്ടി നേരം വെളുക്കും പത്രോസിന്റെ തലവെട്ടും. വലിയൊരു പ്രതികൂലത്തിൽ പോവുക.
പത്രോസ് കാരാഗൃഹത്തിൽ ഉറങ്ങുന്നു. പത്രോസ് പോലും അറിയാതെ എല്ലാ വാതിലുകളും തുറന്ന് തമ്പുരാൻ പുറത്തേക്ക് കൊണ്ടുവന്നു. പ്രതികൂലമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ പ്രതികൂലത്തിന് എന്നെ തൊടുവാൻ പറ്റിയിട്ടില്ല. ഇന്ന് പകൽ ആത്മാവുള്ളവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്തു. പ്രതിസന്ധി ഉണ്ടെന്ന് ലോകം പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഈ പ്രതിസന്ധി നിന്ന് ജയിക്കത്തില്ലെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ പ്രതികൂലത്തെ ഞാൻ അറിയാതെ തന്നെ ആത്മാവിനെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നു. ക്രിസ്തുവിന്റെ ആത്മാവ്, കർത്താവിന്റെ ആത്മാവ് എനിക്ക് സ്വാതന്ത്ര്യം വരുത്തുന്നതാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിലാണ്. ഈ പ്രതികൂലത്തിനകത്തൂടെ ദൈവം എന്നെ നടത്തിയാൽ, ഈ പ്രതിസന്ധി കൂടെ എന്നെ നടത്തി അതിനെ ഞാൻ ജയിക്കുക തന്നെ ചെയ്യും. കാരണം കർത്താവിന്റെ ആത്മാവ് എന്റെ കൂടെ ഉണ്ട്. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ പറയുന്നു, ഈ ആത്മാവ് ഉള്ളവൻ പറയുക. ഇവിടെ പറയുന്ന വാക്ക് നോക്കണം, 24-ാമത്തെ വാക്യം പറയുന്നു, എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യവും പറയേണ്ടതിന് കർത്താവായ യേശു തന്നെ ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്ക്. അവൻ അകത്ത് ആത്മാവ് വന്നവന്റെ അകത്തെ ചിന്ത കണ്ടോ? പിടികിട്ടുന്നു നിങ്ങളുടെ അകത്ത്? ആത്മാവുള്ളവൻ പറയുന്നു, പ്രതിസന്ധി ഉണ്ടായിട്ടും അവിടേക്കെല്ലാം കടന്നുപോയി യേശുവിനെ പറയാൻ. ഈ പ്രതിസന്ധിയിലെല്ലാം കർത്താവിന്റെ ആത്മാവിനെ ജയമെടുത്തു. എന്നിട്ട് പുള്ളിക്കാരൻ പറയുക, 24-ാമത്തെ വാക്യത്തിനകത്ത് വന്നപ്പം പറയുക, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി. പൗലോസ് പറയാ, എൻ്റെ ജീവനെ ഒന്നും ഞാൻ വലുതായിട്ടൊന്നും കണ്ടിട്ടില്ല, ചെറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായി യേശു തന്ന ശുശ്രൂഷ, കർത്താവ് എന്റെ മേൽ ഏൽപ്പിച്ച ശുശ്രൂഷ തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല ഞാൻ അറിയുന്നു. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. പൗലോസ് പറയുക, ഞാൻ യേശുവിനെ നിങ്ങളുടെ മുന്നിൽ നല്ലവണ്ണം വെളിപ്പെടുത്തി പറഞ്ഞു. എന്നിട്ടും നിങ്ങൾ അതിനെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ, നിങ്ങൾ ഈ വചനത്തെ കൈക്കൊള്ളുന്നില്ലെങ്കിൽ, നിങ്ങൾ നശിച്ചു പോയെന്ന് വരികിൽ, നിങ്ങൾ നിത്യത ചെന്നിട്ടില്ലെങ്കിൽ ഞാൻ കടക്കാരനല്ല. കാരണം എന്നെ ഏൽപ്പിച്ചത് ഞാനിത് ചെയ്ത് കഴിഞ്ഞെന്ന് പൗലോസ് പറയുന്നു. ഹല്ലേലൂയ. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് പൗലോസ്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തതിനെ കുറിച്ച്. ഞാൻ ഇതിന്റെ കണ്ടിന്യൂഷൻ വരുമ്പോൾ അത് പിടികിട്ടും നിങ്ങൾക്ക്. അപ്പം അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നേ വരണമെന്നില്ല, പക്ഷെ കർത്താവായ യേശു എന്നെ ഏൽപ്പിച്ചത് ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് പറയുക, ഇന്ന് നിങ്ങൾ കേട്ടിട്ട് അനുസരിക്കാതിരുന്നെങ്കിൽ അതെന്റെ കുറ്റമല്ല എന്ന് പറഞ്ഞ് പൗലോസ് അവിടെ പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. വചനത്തെ എങ്ങനെ തന്നെ പറയണം? ആത്മാവിനാൽ തന്നെ വെളിപ്പെടുത്തി കൊടുക്കണം. നിങ്ങളുടെ അകത്ത് ഞാൻ ഇന്നും പറയുന്നു, ഈ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ പൂർണ്ണതയുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കാൻ നിൽക്കുന്ന ഒരു വിഷയത്തിൻ്റെ മുകളിൽ നിങ്ങൾ വിഷയം വരത്തില്ല. നിങ്ങൾ പോലും അറിയാതെ ഈ വിഷയത്തിൽ നിന്ന് ദൈവം നിങ്ങളെ മാറ്റിക്കൊണ്ടുപോകും. ഈ വരുന്ന തിരമാലയോ, ഈ ധരിക്കുന്ന പ്രതികൂലമോ, ഈ നിൽക്കുന്ന കഷ്ടതയോ, അതിനെ നിങ്ങൾക്ക് ജയിക്കുവാൻ പറ്റും. കർത്താവിൻ്റെ ആത്മാവുള്ളവരെ നിങ്ങൾ ശ്രദ്ധിച്ചു. പൗലോസിനെ നിങ്ങൾ വേണം നോക്കിക്കൂ. പൗലോസിനെ കാണുമ്പോൾ അറിയാം പൗലോസ് എന്തായിരുന്നു. പൗലോസ് മിലിത്യ ദ്വീപിനകത്ത് ചെല്ലുന്നു. കർത്താവിൻ്റെ ആത്മാവുള്ളവൻ ഒരു വലിയ പ്രതിസന്ധിക്കകത്ത് ചെല്ലുക. അവിടെ വെച്ച് അവൻ്റെ കയ്യിൽ ഒരു അണലി കടിച്ചങ്ങ് തൂങ്ങിയപ്പോൾ നാട്ടുകാർ മുഴുവൻ പറഞ്ഞു, നീതി ദേവത ഇവനോട് കോപിച്ചിരിക്കുക, ഇവൻ മരിക്കപ്പെടാൻ പോവുക, ഇവൻ നഷ്ടപ്പെടാൻ പോവുക, ഇവൻ്റെ മരണം ഉറപ്പായി എന്ന് പറയുക. പക്ഷെങ്കിൽ കുറച്ച് സമയങ്ങൾ കഴിയപ്പെടുമ്പോൾ പൗലോസിന് ഒരു കേട് പോലും പറ്റാതെ പൗലോസിനെ അവിടെ നിർത്തിയത് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ആത്മാവാണ്. ഇന്ന് പകൽക്കാലം അറിയണം, നിന്നെ കേട് പറ്റാതെ നിർത്തുന്ന, അല്ലെങ്കിൽ നീ വീണു പോവാൻ നിർത്തുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ ഉണ്ട് എന്ന് വരികിൽ, ഇന്ന് നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില നിന്നക്കകത്തുനിന്ന് ദൈവം നിന്നെ പുറത്തേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യോ. നിന്റെ കഷ്ടതയ്ക്കകത്തുനിന്ന് ദൈവം നിന്നെ പുറത്തേക്ക് കൊണ്ടുവരുമോ. ഇന്ന് പകൽ സാധ്യമല്ല എന്ന് പറയുന്നത്, അസാധ്യമായി നിൽക്കുന്നത് ഇന്ന് പകൽക്കാലം ആത്മാവിനകത്തറിയാ അതിനെ സാധ്യമാക്കി തരുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക.
ഹല്ലേലൂയ. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 1, 2, 3 വാക്യങ്ങൾ പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞു, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തുക. ഇവിടെ നോക്കിക്കേ, ആര് പറയുക? യേശു പറയുക, നീ എന്നെ അയച്ചത്, നീ എന്നെ ഏൽപ്പിച്ചത്. പൗലോസ് ഇത് തന്നെയാ പറയുന്നത്. ആത്മാവിനാൽ എന്നെ ഏൽപ്പിച്ചത് ഞാൻ ചെയ്തു കഴിഞ്ഞു, നിങ്ങൾ നീ കൈക്കൊണ്ടില്ലെങ്കിൽ ഞാൻ കുറ്റക്കാരനല്ലെന്ന് പറയുന്നു. ഇവിടെ യേശു പറയുന്നു, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യമായ ജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏകസത്യദൈവമായ ഇവിടെ നിങ്ങൾ വടി വരയിട്ട് വെച്ചോണം. ഏക സത്യ ദൈവമായ നിന്നെയും അങ്ങയെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാണ്. ഇവിടെയാണ് നമ്മൾ അറിയുന്നത്. ഒറ്റ ദൈവമേ ഉള്ളൂ കേട്ടോ. ഒത്തിരി ദൈവം എന്നുള്ള ടീച്ചിങ് വരുന്നുള്ളൂ. അതൊന്നുമല്ല. ഏക സത്യ ദൈവമായ അങ്ങയെയും അങ്ങ് അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ. ഈ ജീവനെ പ്രാപിച്ചവരാണ് ദൈവസഭയ്ക്കകത്തിരിക്കുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഈ ആത്മാവിനെയാണ് നമ്മുടെ മേൽ ദൈവം പറഞ്ഞത്. എവിടേക്ക് പോകാൻ? നിത്യ ജീവനെ പകർന്ന ആത്മാവ്. യേശുക്രിസ്തു വന്നത്, അവൻ്റെ ആത്മാവെന്ന് പറഞ്ഞ അവൻ നിത്യമായ ജീവനെ പകരുന്ന ആത്മാവിനെയാണ് യേശു കർത്താവ് നമ്മുടെ മേൽ പകർന്നത്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പം നമ്മുടെ അകത്ത് ഇതിനെക്കുറിച്ച് ഞാൻ എഴുതി മാറ്റിവിടുക, സമയത്തിൻ്റെ ദൈർഘ്യ കുറവുണ്ട്. നമ്മുടെ അകത്തറിയണം, നമ്മുടെ വചനത്തിനകത്ത് എന്ത് ചെയ്യണം? നമ്മൾ നിലനിൽക്കണം. പിടികിട്ടിയോ? ഈ ആത്മാവ് എന്നെ എന്തിലേക്കാണ് വിളിച്ചിരിക്കുന്നേ? സ്വാതന്ത്ര്യത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നേ. പ്രതിസന്ധി വരത്തില്ലെന്ന് പറഞ്ഞോ? പ്രതിസന്ധി ഉണ്ട്. മത്തായിയുടെ സുവിശേഷത്തിനകത്ത് യേശു തന്നെ പറഞ്ഞു, 2 ഭവനങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇല്ലേ? 2 ഭവനങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒന്ന് മണലിൽ മേൽ വെച്ചതും ഒന്ന് പാറയുടെ മേൽ അടിസ്ഥാനമിട്ടതും. അവിടെയും പറയുന്നു, വൻമഴ പെയ്തു, കാറ്റടിച്ചു, 2ന്റെ മേലും അടിച്ചു. എന്നാൽ മണലിന്മേൽ വെച്ചത് അത് നിലംപരിച്ചായിപ്പോയി. പാറയുടെ മേൽ വെച്ചത് അത് അടിസ്ഥാന പാറയുടെ മേലായിരുന്നതിനാൽ അതിനൊരു കേടും സംഭവിച്ചില്ല. ഇന്ന് പകലറിയണം, ഈ പ്രതിസന്ധി എന്ത് വന്നാൽ നീ തകർന്നു പോകാനോ നിന്റെ തലമുറ തകർന്നു പോകാനോ അവൻ അനുവദിക്കത്തില്ല. കാരണം പാറയുടെ മേൽ അടിസ്ഥാനമുള്ളതാണ്. ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഇന്ന് പകൽ ഈ പ്രതിസന്ധിയും നിങ്ങൾ കടന്നു പോകുക തന്നെ ചെയ്യും. ഈ കഷ്ടതയും നിങ്ങൾ കടന്നു പോകുക തന്നെ ചെയ്യും. ഈ നിന്ദയും നിങ്ങൾ കടന്നു പോകുക തന്നെ ചെയ്യും. അവന്റെ ആത്മാവിനാൽ നിങ്ങളെ ഹല്ലേലൂയ അവൻ ജയത്തിലേക്ക് മാറ്റുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്തോണം. ഹല്ലേലൂയ. നമ്മുടെ മേൽ ദൈവം പകർന്ന ആത്മാവിനെ നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നുണ്ട്, യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ യേശു പറഞ്ഞു, ഒത്തിരി നിങ്ങളെ പ്രബോധിപ്പിക്കുവാനുണ്ട്. അത് പിന്നീട് പൗലോസ് വെളിപ്പെടുത്തുന്നു. ഒത്തിരി നിങ്ങളോട് പറയാനുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലെ 12-ാമത്തെ വാക്യം പറയുക, ഇനിയും വളരെ നിങ്ങളോട് പറയാനുണ്ട്. ഇനിയും വളരെ നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല? വഹിപ്പാൻ പറ്റത്തില്ല. പക്ഷെ വഹിക്കണമെങ്കിൽ ആര് വരണം? സത്യത്തിന്റെ ആത്മാവ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പൊ പിടി കിട്ടിയോ? നിങ്ങളുടെ മേൽ ദൈവം ഒരു വാഗ്ദത്തം ഇട്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ 5 വൻകരകളിൽ നിങ്ങൾ പോകും, ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ നിന്നെ അവിടെ അയച്ചിരിക്കും. പിടികിട്ടിയോ? നിന്നെ ദൈവം നിന്നെ ഒരു നിലവാരത്തിൽ ഇന്ന സ്ഥലത്ത് നിന്നെ ആക്കാമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനും അതിനെ തടയാൻ പറ്റത്തില്ല. അത് നിന്റെ മേൽ വന്ന് ചേരുക തന്നെ ചെയ്യും.
ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസിനോട് പോലും പറഞ്ഞ, പത്രോസ് നീ മനുഷ്യനെ പിടിക്കുന്നവരാക്കും എന്ന് ദൈവം വാഗ്ദത്തം ചെയ്തെങ്കിൽ ആ വാഗ്ദത്തം അതുപോലെ നിവർത്തിച്ചു. ആരുടെ ആത്മാവിനാലെന്ന് ഓർക്കണം. ഇതേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് പകലിൽ പറഞ്ഞു, ഈ കഷ്ടതയും ഈ നിന്ദയും ഈ പ്രതികൂലവും നിങ്ങൾ അറിയാതെ തന്നെ അത് നിങ്ങളെ കടന്നു പോകുക തന്നെ ചെയ്യും. കാരണം ദൈവത്തിന്റെ ആത്മാവിനെ പിടിക്കപ്പെട്ടവരായതുകൊണ്ട്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ നിങ്ങളെ അത് പൂർണ്ണമായി വെളിപ്പെടുത്തി തരും. യേശു പറയും, ഞാൻ ഇപ്പൊ എന്ത് പറഞ്ഞാലും നിങ്ങളെ എന്ത് ചെയ്യത്തില്ല, നിങ്ങളുടെ അകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ അത് വഹിപ്പാൻ കഴിവില്ല. ഇപ്പൊ നിങ്ങളോട് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, വഹിപ്പാൻ കഴിയത്തില്ല. നിങ്ങളുടെ ഹൃദയത്തിനൊരു സന്തോഷം വരണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? വചനം ഇങ്ങനെ എടുക്കരുത്. നിങ്ങളുടെ മുൻപിലുള്ള ചെങ്കടൽ ഇപ്പോൾ കീറാൻ പോവുക, ഒരു വലിയ അത്ഭുതം നിങ്ങളുടെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൈയടിക്കും, ആത്മാവിൽ നിറയും. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇത് മോട്ടിവേഷൻ ക്ലാസ് അല്ല ഞാൻ ഈ പറയുന്നത്, ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് പറയുന്നത്. നിങ്ങൾ സാധാരണക്കാരനായിരുന്നു, പക്ഷെ നിങ്ങളുടെ മേൽ ദൈവം പകർന്ന ആത്മാവിനാലുണ്ടല്ലോ, നിങ്ങളുടെ മേൽ ആത്മാവ് പകർന്നിട്ട് പറഞ്ഞ ഒരു സ്വാതന്ത്ര്യം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയരുത്, കൂടോത്രക്കാരൻ്റെ ശക്തി എൻ്റെ വീട്ടിലുണ്ടെന്ന് പറയരുത്. തലമുറയ്ക്കകത്ത് നന്മ വരാതിരിക്കുന്ന കൂടോത്രം ആരാണ്ട് ചെയ്തിട്ടാണെന്ന് പറയാം. നിന്റെ മേൽ ഒരു കൂടോത്രവും വലിക്കത്തില്ല. ഇന്ന് പകൽക്കാലമാണ് ഒരു ആഭിചാരക്കാരൻ്റെ ശക്തി നിന്റെ മേൽ വരത്തില്ല, ഒരു ഊമ വിഗ്രഹങ്ങളുടെ ശക്തി നിന്റെ മേൽ വരത്തില്ല. കാരണം നിന്റെ മേൽ പകരപ്പെട്ടത് സ്വർഗത്തിന്റെ പുത്രന്റെ മേൽ പകരപ്പെട്ട അതേ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ ആത്മാവ് എന്റെ മേൽ ഉള്ളതിന് ഒരു ശക്തിക്കും എന്നെ കീഴടക്കാൻ പറ്റത്തില്ല. ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തം പൂർത്തീകരിക്കാതെ ഒരു മരണത്തിനും എന്നെ തൊടുവാൻ പറ്റത്തില്ല, ഒരു ശക്തിക്കും എന്നെ തകർക്കാൻ പറ്റത്തില്ല, എന്നെ തലമുറയെ തൊടുവാൻ പറ്റത്തില്ല. കാരണം എന്റെ മേൽ ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അത് ക്രിസ്തുവിലുള്ളവർക്ക്. ഹല്ലേലൂയ. ഇവിടെ പരിശുദ്ധാത്മാവ് പറയാ, ഈ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അത് തന്നെയാണ് ആത്മാവ് നിങ്ങളുടെ മേൽ വന്നത്. ഈ ആത്മാവിനെ പകർന്ന് ഈ ആത്മാവ് സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവാ. എന്നാൽ നമ്മൾ ദിനം പ്രതി കേട്ട് പോയിട്ട് നമ്മൾ എവിടെയൊക്കെയോ വലിയ കുറവുള്ളവരാ. പിടികിട്ടിയോ? ചിലർ പറയും, നിങ്ങളുടെ ഇങ്ങനെ വരുന്നതിൻ്റെ കാരണം നിങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളുടെ ഭവൻ ഇങ്ങനെയുള്ള 100 കണക്കിന് നെഗറ്റീവായ ചില കാര്യങ്ങൾ നിങ്ങളുടെ മേലിടും എന്ന് പറയും. നിങ്ങളുടെ മേൽ ചില ശാപങ്ങളുണ്ടെന്നെല്ലാം പറയും. പക്ഷെ അപ്പോസ്തലന്മാർ അതെല്ലാം മാറ്റിക്കൊണ്ടുവന്നിട്ട് പറയുകയാണ്. റോമാലേഖനം ഒന്ന് എടുത്തേ, പെട്ടെന്ന് എടുത്തോ. റോമാലേഖനം 12-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യം എടുത്തേ. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയും. നമുക്ക് ലഭിച്ചതിന് ഒത്തവണ്ണം, അതുകൊണ്ട് ഭവിക്കേണ്ടതിന് മീതെ ഭവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ട പോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. 4-ാമത്തെ വാക്യം. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ. എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല. എല്ലാ അവയവങ്ങളുടെ പ്രവൃത്തി ഒന്നല്ല. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും. നമ്മൾ ആരുടെ ശരീരത്തോ? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, തിരുമേശയുടെ മുന്നേ എന്ന് പറഞ്ഞത്, നമ്മൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ, ഇവിടെ പറയുന്നു ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകും. നമ്മൾ ആരുടെ ശരീരത്തിന്റെ ഉടമ്പടിക്കകത്താ നിൽക്കുന്നേ? ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഉടമ്പടിക്കകത്താ നിൽക്കുന്നേ. നമ്മൾ അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാ. കൈ ചെയ്യുന്ന പ്രവൃത്തിയല്ല കാല് ചെയ്യുന്നത്, കാല് ചെയ്യുന്ന പ്രവൃത്തിയല്ല ചെവി ചെയ്യുന്നത്, ചെവി ചെയ്യുന്ന പ്രവൃത്തിയല്ല മൂക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പറയുന്ന അവയവങ്ങളാകുന്നു. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം കൈക്ക് കിട്ടിയ പ്രവൃത്തി എന്ത് ചെയ്യണം? കർത്താവിന് വേണ്ടി കൈ കൊണ്ട് ചെയ്യണം. ഇവിടെ പറയുന്നു ഒത്തവണ്ണം. വെവ്വേറെ വരമുള്ളത് കൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം എന്ന് പറഞ്ഞാൽ, ഒരു കൊച്ചിനെ പ്രതിഷ്ഠിക്കാൻ ഇറക്കുമ്പോൾ ആ കൊച്ചിനെ ഉയർത്തിപ്പിടിച്ചിട്ട് പറയരുത് നിന്റെ പേരിൽ എയർപോർട്ട് കാണുന്നെന്ന് പറയല്ലേ. വിശ്വാസയോഗ്യമായതേ പറയാവുള്ളെന്നാ പറയുന്നത്. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പറയുന്നു. എന്നിട്ട് 7-ാമത്തെ വാക്യം പറയുകയാണ്, ശുശ്രൂഷ എങ്കിൽ ശുശ്രൂഷയിൽ ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ പ്രബോധിപ്പിക്കുന്നവൻ എങ്കിൽ പ്രബോധനത്തിൽ ദാനം ചെയ്യുന്നവനെങ്കിൽ ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ
ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ. അപ്പൊ നോക്കിയേ, ഒരു ശരീരത്തിന്, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് ആര്? നമ്മള്. പിടികിട്ടിയോ? ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമെന്ന് പറയുമ്പോൾ അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാ. അതിനകത്ത് കൈയുണ്ട്. ആ കൈയുടെ പ്രവൃത്തി അല്ല കാല് ചെയ്യുന്നത്. എങ്കിലും എല്ലാവരും എന്നാണെന്നാ പറഞ്ഞേ? ആ ശരീരത്തിൽ ഒന്നായിരിക്കുന്നത് പോലെ ഇവിടെ പറയുന്നു. അതുകൊണ്ടാ പറയുന്നേ, ശുശ്രൂഷ എങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ. അപ്പൊ ഇതിനകത്തെല്ലാം, ഈ ഒരു സഭയ്ക്കകത്തെല്ലാം ഉണ്ട്. എന്ത്? നമ്മൾ ആരുടെ ശരീരമായതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് വരുന്നില്ല എന്ന് പറയുമ്പോൾ, ഞാൻ ഇന്ന് ആരാധനയ്ക്ക് വരുന്നില്ല, അല്ലെങ്കിൽ ഞാനിവിടെ തിരുവത്താഴ മേശ, ഞാൻ ജോജി ബ്രദർ ഞാൻ തിരുവത്താഴ മേശ ഇന്ന് വരുന്നില്ല. അപ്പൊ ഈ ദൈവമാക്കി ശരീരത്തിന്റെ ഭാഗമായി എന്തിനെ ഏൽപ്പിച്ചിരിക്കുന്നു? ജോജി ബ്രദറിന്റെ ഏൽപ്പിച്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഉടമ്പടിക്കകത്താണ് നിൽക്കുന്നത്. ഇതിൽ നിന്ന് മാറി നിൽക്കാൻ ആർക്ക് അധികാരമില്ല? ജോജി ബ്രദറിന് അധികാരമില്ല. പക്ഷെ മാറി നിൽക്കുന്നവരിൽ ആരോട് മറുതലിപ്പ്? ഇതാ ഡേഞ്ചർ. നമ്മുടെ അനുഗ്രഹത്തെ തടയുന്നത്. നമ്മളെ ദൈവം ഒന്നിലേൽപ്പിക്കുമ്പോൾ അതിൽ നിന്ന്, കാരണം നമ്മൾ ആരുടെ ശരീരത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു? ഒറ്റ ആത്മാവിനാലാ വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ ശരീരത്തോട് ഉറപ്പിച്ചിരിക്കുക. നിങ്ങൾ അതിനെ കുറച്ചുകൂടെ നമ്മളെ കൊണ്ടുവരും. ലൂക്കോസിനെ 22-19 വാക്യം നിർത്തേ. ലൂക്കോസിന്റെ സുവിശേഷം 22-19 വാക്യം. പിന്നെ അവൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ഇത് യേശു പറയുന്ന വാക്ക് നിങ്ങൾ നോക്കൂ. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരം. ഈ ശരീരത്തിന്റെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. ഇതിനെ ചേർക്കാനാണ് കർത്താവ് വീണ്ടും വരുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇത്? അപ്പൊ കർത്താവിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന്റെ കാരണം, ഞാൻ ഈ കൈ കൊണ്ട് ഭക്ഷണം വാരി കഴിക്കുന്നതേ, ഈ കൈക്ക് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടാണോ? ഈ കൈ പറയാം, നിന്റെ വായിലോട്ട് ഞാനത് ചോറ് കൊടുക്കുന്നില്ല. ഇതുപോലെ ഈ ശരീരത്തിന് മുഴുവനും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഉടമ്പടിക്കകത്താണ് ഞാൻ നിൽക്കുന്നേ. നിങ്ങളുടെ അകത്ത് പിടികിട്ടുന്നു. ഞാൻ കർത്താവ് എന്നെ ഏൽപ്പിച്ചതിൽ നിന്ന് എനിക്ക് ഒഴിവ് പറ്റാൻ പറ്റത്തില്ല. കർത്താവ് എന്നെ എന്ത് ഏൽപ്പിച്ചിട്ടുണ്ടോ അത് ഞാൻ ചെയ്യുമ്പോഴാണ് ആ ശരീരത്തിന് പൂർണ്ണത ഉണ്ടാകുന്നത്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാ. ഓരോരുത്തരെയും ആത്മാവ് വെവ്വേറെ, ഒറ്റ തലയെ വെവ്വേറെ ശുശ്രൂഷകളെ ഏൽപ്പിച്ചിരിക്കുന്നു. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. ഒന്ന് അതിൽ നിന്ന്, അപ്പം നമ്മളെ ഏൽപ്പിച്ചതിൽ നിന്ന്. അപ്പം പൗലോസിനെ ദൈവം വിളിക്കുമ്പോൾ, ദൈവ ശുശ്രൂഷയ്ക്ക് പൗലോസിനെ വിളിക്കുന്നു. ജാതികളുടെ ഇടയിൽ സുവിശേഷം ചെയ്യുവാൻ പൗലോസിനെ വിളിക്കുന്നു. പൗലോസ് പറയും, ഞാൻ അവിടെ പോകുന്നില്ല. നിന്നെ വിളിച്ചത് അവൻ്റെ ശരീരത്തിൻ്റെ ഉടമ്പടിയിലേക്കാ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുകയാണ്, അപ്പോസ്തല പ്രവൃത്തി എടുത്താലേ 19 അധ്യായം എടുത്ത് നോക്കൂ. 19 അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് എടുത്ത് നോക്കിയേ. 19:1. അപ്പൊല്ലോസ് കൊരിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി. ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന്, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ. അപ്പൊ ഇവിടെ നോക്കണം, ഈ പൗലോസ് ആരാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യനാ. എന്തിനു വേണ്ടി? ജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിപ്പാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തതാ.
ഈ മനുഷ്യൻ ഉൾഗ്രാമങ്ങളിലേക്ക് ചെന്ന് പുള്ളിയെ ദൈവം ഏൽപ്പിച്ചിരുന്ന ദൗത്യം. നമ്മൾ ഇന്ന് എപ്പോഴും നമ്മളെ ദൈവം ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കും. അതിൽ വിശ്വസ്തരായി എണ്ണപ്പെടുമ്പോഴാണ് നമുക്ക് വിടുതലിലേക്ക് മാറുന്നത്. നമ്മളെ ദൈവം എന്ത് ഏൽപ്പിച്ചോ, കർത്താവ് നമ്മളോട് എന്ത് പറഞ്ഞോ അതിനെ അനുസരിക്കുന്നിടത്താണ് നമ്മൾ വിടുതലിലേക്ക് മാറുന്നത്. അല്ലാതെ എത്ര വർഷം നമ്മൾ ഉപവസിച്ചാലും പ്രാർത്ഥിച്ചാലും നമുക്ക് ഒരു അത്ഭുതത്തിലേക്ക് മാറത്തില്ല. ഇവിടെ പറയുന്ന പൗലോസിനെ ദൈവം ഏൽപ്പിച്ചു. ആ പൗലോസ് ഇവിടെ പറയുന്നു, ഇവിടെ ഉൾപ്രദേശങ്ങളിലേക്ക് സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചു. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. അവർ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനമെന്ന് അവൻ അവരോട് ചോദിച്ചതിന് യോഹന്നാന്റെ സ്നാനമെന്ന് അവർ പറഞ്ഞു. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനമത്രേ കഴിപ്പിച്ചു, തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ ആരുടെ ശരീരത്തിന്റെ ഭാഗമായതുകൊണ്ട്, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായതുകൊണ്ട് ആര് പോകുന്നു? പൗലോസ് പോകുന്നു. പൗലോസിനെ ദൈവം ഏൽപ്പിച്ചത്. നമ്മുടെ വിടുതലുകൾ തടസ്സപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഉയർച്ച തടസ്സപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, നമ്മുടെ വഴി തടയപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ കാരണക്കാരൻ നമ്മൾ തന്നെയാണ്. നമ്മളെ ഏൽപ്പിച്ചതിനെ നമ്മൾ വെളിപ്പെടുത്താതിരുന്നാൽ, നമ്മൾ ആരുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് നമ്മൾ അറിയണം. നമ്മളെ ആരാണ് വിളിച്ചിരിക്കുന്നത്? ആരുടെ ആത്മാവാണ് നമ്മുടെ മേലിരിക്കുന്നത്? ആരാണ് നമ്മളോട് കൃപ ചെയ്യുന്നത്? ആരാണ് നമ്മുടെ വഴികാട്ടി? ആരാണ് നടത്തുന്നത്? നമ്മൾ എങ്ങോട്ട് പോകാനിരിക്കുന്നവരാണ്? കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുന്നവരാണ്. ആ ശരീരത്തിൻ്റെ ഭാഗമാണ്. ദൈവം വാഗ്ദത്തം ചെയ്തതിനെ, ദൈവം നമ്മുടെ മേൽ ഏൽപ്പിച്ചതിനെ നമ്മൾ ചെയ്യുന്നവരാണോ? അതോ നമ്മളെല്ലാത്തിനും കുറ്റവും കുറവും കണ്ട് അതും ഇതുമെല്ലാം പറഞ്ഞു നടക്കുന്നവരാണോ? ഇവിടെ പൗലോസ് ശരീരത്തിൻ്റെ ഭാഗമാണ്. പൗലോസ് ഉൾഗ്രാമങ്ങളിൽ ചെന്നു. ഉൾഗ്രാമിച്ച് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞ്, പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് പോലും ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. പിന്നെ നിങ്ങൾ ആരുടെ സ്നാനമായിരുന്നു? യോഹന്നാൻ്റെ സ്നാനമാണെന്ന് പറഞ്ഞു. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനമത്രേ കഴിപ്പിച്ചത്, തൻ്റെ പിന്നാലെ വരുന്നവനായി യേശുവിൽ നിങ്ങൾ വിശ്വസിക്കണം എന്ന് ജനത്തോട് പറഞ്ഞു. അവൻ ആരുടെ ഭാഗമായതുകൊണ്ട്? യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായതുകൊണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ നിങ്ങളെന്ന് അകത്തറിഞ്ഞ് കർത്താവിനാൽ ഐക്യപ്പെടുമ്പോൾ, കർത്താവിനാൽ നടത്തപ്പെടുമ്പോൾ, കർത്താവിൻ്റെ വചനത്തിനകത്ത് നിലനിൽക്കുമ്പോൾ, ഇന്ന് ഈ പകലിൽ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ അറിയണം, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. ഹല്ലേലൂയ. ആ ശരീരത്തെ നീതീകരിക്കുന്നതാണ് തിരുവത്താഴ മേശ പോലും പറയുന്നത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാ ദൈവം ഏൽപ്പിച്ചതിനെ വിശ്വസ്തയോടെ ചെയ്യുന്നവരായി മാറണം. ഹല്ലേലൂയ. ഇപ്പം നിങ്ങൾ അകത്ത് പിടികിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗം ഞാൻ ആയതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നിങ്ങൾ അകത്തറിയണം, എന്നെ വിളിച്ചത് വേർതിരിച്ചത് ദൈവത്തിൻ്റെ ആത്മാവാണെങ്കിൽ, ഏത് പ്രതിസന്ധിയെയും ജയിക്കുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ കൂടെ ഇരിക്കുന്നതിനാൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന മരുഭൂമിയുടെ അവസ്ഥകളെ ദൈവം തമ്പുരാൻ മാറ്റുക തന്നെ ചെയ്യുക. ഹല്ലേലൂയ. വിശ്വാസത്തെ നിങ്ങൾ കാണുന്നുണ്ടോ? വിശ്വാസത്താൽ അത്ഭുതത്തെ കാണുന്നുണ്ടോ? വിശ്വാസത്താൽ നിങ്ങളുടെ ശുശ്രൂഷകളെ കാണുന്നുണ്ടോ? നിങ്ങൾ ദൈവം ഏൽപ്പിച്ചതിനകത്ത് നിങ്ങൾ വിശ്വസ്തതയിലാണെങ്കിൽ ഇന്ന് പകൽക്കാലമാണ്. ചിലരെ കാണത്തില്ല, ചില വഴികളെല്ലാം അവർ നിന്നു, ചിലതിൽ നിന്ന് മാറിപ്പോയി. ഇന്ന് അവരുടെ വഴികളെല്ലാം ഒന്നൊന്നൊന്നായി അടയുന്നതിന്റെ കാരണം എന്നാണെന്നറിയോ? അതുകൊണ്ട് കല്ലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് യോഗ്യനല്ല. അവൻ ദൈവരാജ്യത്തിന് പുറത്തിറങ്ങുമ്പോൾ ഈ ശരീരം മുറിച്ചു മാറ്റിയവൻ മാറ്റപ്പെടുമ്പോൾ അവൻ മാറിപ്പോകുന്ന ശാപത്തിലേക്കാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അതുകൊണ്ടാണ് പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്. പൗലോസ് പറയുന്ന ഭാഗം പറയുന്നു, ഗലാത്യ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല,
ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താലത്രേ ജീവിക്കുന്നു. പൗലോസ് ഇത്ര പോൽ ത്യാഗം അനുഭവിക്കുവാനും, പൗലോസ് കല്ലെറിയപ്പെടുമ്പോൾ മരിച്ചവനെന്ന് അവർ വലിച്ചെറിയപ്പെടുവാനും, കോൽ കൊണ്ട് അടിയേക്കുമ്പോഴും, കപ്പൽ ഛേദത്തിനകത്ത് പിടിക്കപ്പെടുമ്പോഴും, പൗലോസ് ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിക്കുമ്പോഴും പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവത്രേ. പൗലോസ് ദേശത്തിനകത്ത് യേശുവിനെ പറയുവാനുള്ള കാരണം എന്നറിയുമോ? പൗലോസ് യേശുവിന് വേണ്ടി നിൽക്കുവാൻ കാരണം എന്നറിയുമോ? ഇനി ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ കൂടെ യേശു അത്രേ ജീവിക്കുന്നത്. ഇന്ന് പകൽക്കാലം എത്ര പേരുടെ അകത്തത് കിടക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. പൗലോസിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. എത്ര പേര് ഈ സഭയ്ക്കകത്തിരുന്ന് പറയും, ഞാൻ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസത്താൽ. നിങ്ങൾ എത്ര പേരങ്ങനെ പറയാൻ പറ്റും? ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, എനിക്ക് എൻ്റെ ക്രിസ്തുവിന് വേണ്ടിയാണ്. എത്ര പേര് ഈ ഹോളി പറയും, ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയാ, ഞാൻ ജീവിക്കുന്നത് കുറച്ചുകൂടെ സമ്പത്ത് കൂട്ടുവാനാ, ഞാൻ കൂട്ടുന്നത് ഇന്ന് നടക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ മോടിയായി വസ്ത്രം ധരിക്കുവാനാ, ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയാ. പക്ഷെങ്കിൽ ഇവിടെ പറയുന്നു, അപ്പോസ്തലൻ പറയുന്നു, ഇവരെയാണ് അപ്പോസ്തലന്മാരെന്ന് വിളിക്കപ്പെടുന്നത്. കേട്ടോ, എല്ലാവരും അപ്പോസ്തലന്മാരാന്ന് പറയല്ലേ, ഇവരെയാണ് അപ്പോസ്തലന്മാരെന്ന് വിളിക്കപ്പെടുന്നത്. അല്ല രോഗിസൗഖ്യമായ, ഭൂതം പുറത്തു പോയോ, പ്രവചിച്ചോ, ഇതൊന്നും അപ്പോസ്തലനല്ല. ഇവർ പറയുന്നത് പൗലോസിൻ്റെ സമ്പത്ത് മുഴുവൻ ചപ്പന്ന് ചവറന്നു മിണ്ണി. ബൈബിൾ പറയുന്നു, പൗലോസിനോളം ധനവാനായ മനുഷ്യനില്ലായിരുന്നു. സ്വന്തമായ തുറമുഖങ്ങളുള്ളവൻ, സ്വന്തമായി കപ്പലുള്ളവൻ. ഇതെല്ലാം ക്രിസ്തുവിനെ വിശ്വസിച്ചപ്പോൾ ഇതെല്ലാം ചപ്പന്നും ചവറന്നും എണ്ണി. ആ ക്രിസ്തുവിൻ്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടവൻ്റെ പേരാണ് അപ്പോസ്തലന്മാർ. ഹല്ലേലൂയ. എല്ലാം ഉപേക്ഷിച്ച് ദൈവത്താൽ ഐക്യപ്പെട്ടവനവനാണ്ട് പേരാണ് അപ്പോസ്തലൻ. ഇന്ന് പകൽക്കാലം അവരുടെ എല്ലാവരും അപ്പോസ്തലന്മാരൊന്നുമല്ല. ആമേൻ. എല്ലാം ഉപേക്ഷിച്ച് എല്ലാം ചപ്പന്നും ചവറന്നും എണ്ണിയവരാണ് ദൈവത്താൽ വിളിക്കപ്പെട്ടവർ. ഇവിടെ പറയുന്ന പൗലോസ് പറയുന്ന വാക്ക് നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, നമുക്കാർക്കും അങ്ങനെ പറയാൻ പറ്റത്തില്ല. പറയാൻ പറ്റുന്നത് കർത്താവിൻ്റെ വിളിയെ തിരഞ്ഞറിഞ്ഞ അപ്പോസ്തലന് മാത്രമേ ഉള്ളൂ. ഇവിടെ പറയുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവത്രേ. ഇനി ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ യേശുവിന് വേണ്ടിയാ. ജീവിച്ചാലും മരിച്ചാലും ഞാൻ ക്രിസ്തുവിനുള്ളത് എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നു, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ, അത്ര യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവിനാൽ ക്രിസ്തുവിനോടുകൂടി ഞാൻ ക്രൂശിക്കപ്പെട്ടവനാ. നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടിയിട്ട് നിന്നെ അനുഭവിക്കുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പരിഹസിക്കപ്പെടുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനേകർ മോശമെന്ന് പറയുന്നുണ്ടോ? ഇതെല്ലാം ബോണസായി കരുതിക്കൂ. ഇതിൻ്റെ എല്ലാം പ്രതിഫലം തരുന്നൊരു നല്ല കർത്താവുണ്ട്. പ്രതികാരം നമുക്കുള്ളതല്ല, എല്ലാം ദൈവത്തിനുള്ളതാണ്. ഹല്ലേലൂയ. നിന്നെ ഇന്നലെ വരെ നിന്നെ വാഴ്ത്തിയവർ കാണാം, ഇന്നലെ വരെ നിന്നെ സ്നേഹിച്ചവർ കാണാം, ഇന്ന് നിന്നെക്കുറിച്ച് വളരെ മോശമായി ദേശത്ത് പറഞ്ഞവർ കാണാം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണം, നീ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടവനത്രേ. നിന്നെക്കുറിച്ചൊരു അപവാദം പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ, നിന്നെക്കുറിച്ച് അപവാദം പറയുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനാ ക്രൂശിക്കപ്പെട്ടവനായോണ്ട് ഇതെല്ലാം കേൾക്കേണ്ടവനാ. കാരണം യേശു നഗ്നനായി, ഹല്ലേലൂയ, ഒരു നസ്തനായിട്ട് 3 ആണികളിൽ തൂങ്ങപ്പെട്ടവനായി കിടന്നു. വഴിയോരത്ത്
അകത്തൂടെ പോയിരുന്നവരെല്ലാം മൂക്കത്ത് വിരൽ വെച്ച് കണ്ണുകൾ അടച്ചു സ്ത്രീകൾ വഴികളിൽ പോയതിനെ കുറിച്ച് പറയപ്പെടുന്നു. ഹല്ലേലൂയ. ക്രിസ്തു എനിക്ക് വേണ്ടി നിന്നെ അനുഭവിച്ചുവെങ്കിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന നിന്ന, ഞാൻ അനുഭവിക്കുന്ന പരിഹാസം എൻ്റെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത്. എത്ര പേര് വിശ്വാസത്തോടെ തിരഞ്ഞെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയെ. ഹല്ലേലൂയ. ഒന്ന് രണ്ട് വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ച് ഞാൻ പ്രാർത്ഥിക്കും. ആമേ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിയണം. ആമേ, നിങ്ങൾ ക്രിസ്തുവിനാൽ ക്രൂശിക്കപ്പെട്ടവരാണ് എന്നുള്ള ബോധ്യം നിങ്ങളുടെ അകത്ത് വരണം. ഹല്ലേലൂയ. ആമേ, നിങ്ങളുടെ അകത്ത് നമ്മൾ മറ്റുള്ളവരോട് നമ്മളൊന്നിനും ആമേ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നിന്ദിക്കാനോ മറ്റുള്ളവരെ പരിഹസിക്കാനോ മറ്റുള്ളവർക്കെതിരായ ഒരു കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കാൻ പോകല്ല. കാരണം ക്രിസ്തുവിനാൽ നിങ്ങൾ ക്രൂശിക്കപ്പെട്ടവരാ. നിങ്ങളെ ആരാണ് വഴി നടത്തുന്നത്? ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവാ. ഈ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ ദൈവം നിങ്ങൾക്ക്, കർത്താവിന് വേണ്ടി നിങ്ങൾ നിൽക്കുന്നവരാണെങ്കിൽ ദൈവം നിങ്ങൾക്കായി വഴികളെ തുറന്നു വരും. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേ, കർത്താവിന് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറഞ്ഞു അവിടെയെല്ലാം കരുതുന്ന ഒരു നല്ല കർത്താവ് നിങ്ങൾക്കുണ്ടാവും. ഹല്ലേലൂയ. എവിടെല്ലാം പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും ആമേ, കർത്താവിൻ്റെ ഒരു സ്വാതന്ത്ര്യം നിങ്ങളുടെ മേൽ, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്താൽ, ഇന്ന് പകൽക്കാലം പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്താൽ ഈ പ്രതിസന്ധികളെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വചനത്തിനകത്തു നിലനിൽക്കണം. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. കാരണം വചനത്തിനകത്ത് നിലനിന്നേ പോകാവുള്ളൂ. ആമ, ഈ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് എടുത്തേ. 10-ാമത്തെ വാക്യം. കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ പറയുന്നു, അപ്പോസ്തലനായ യോഹന്നാൻ പറയുക, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമാസ്, തുയതൈര, സെർദിസ്, ഫിലാദൽഫിയ, ലവോദിക്യ എന്നീ 7 സഭകൾക്ക് അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. ഇന്ന് ഈ പകലിൽ നിങ്ങൾ അകത്ത് ചിന്തിക്കണം. ഏത് പത്മോസിനകത്ത് നിങ്ങളെ കൊണ്ടിട്ടാലും, ഏത് പ്രതിസന്ധിക്കകത്ത് കൊണ്ടിട്ടാല് നിങ്ങളെ വിളിച്ചു വേർതിരിച്ചൊരു ദൈവം നിങ്ങളുടെ അരികിൽ വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നിങ്ങളുടെ ഏത് സാഹചര്യത്തിനകത്തൂടെ നിങ്ങൾ പോകേണ്ട വന്നാലും അവിടെ പറയുന്നു, ആ സാഹചര്യത്തിനകത്ത് നിൽക്കുന്ന യോഹന്നാനോട് പറയുക, 7 സഭകൾക്കുള്ള ദൂത് എഴുതുവാൻ നിന്നെ ദൈവം ഒരുക്കാൻ പോകുക. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനകത്തുനിന്ന് ഞാൻ ഒരു ദൂതൂടെ പറയാ. ഇന്ന് നീ പത്മോസിന്റെ അവസ്ഥയ്ക്കകത്തിരുന്നാലും അതിന്റെ പുറത്തു കൊണ്ടുവരുന്നൊരു സർവശക്തനായ ദൈവമുണ്ട്. ഇന്ന് നിന്റെ ഭവനത്തിൽ ത്തിനകത്ത് നീ ചിലപ്പോൾ പറയും, ഞാൻ ആയിരിക്കുന്ന പത്മോസിന്റെ അവസ്ഥയാണ്, ആരും എന്നെ സഹായിപ്പാനില്ല, എല്ലാ വഴികളും അടയപ്പെട്ടു പോയി, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിന്നയുടെ മുൻപിലാണ്, എന്നെ നാട് കടത്തിയവനെ പോലാണ്, എനിക്കൊരു മനുഷ്യൻ എനിക്ക് സഹായത്തിനില്ല എന്ന് പറയുമ്പോൾ ആത്മാവിന്റെ നിറവിൽ നിൽക്കുന്ന യോഹന്നാന്റെ മുന്നേ സ്വർഗത്തിലെ ദൈവം വെളിപ്പെട്ടിട്ട് പറയുക, യോഹന്നാൻ നീ പത്മോസിലാണോ എന്നല്ല ചോദിച്ചേ, നിനക്ക് ഞാനൊരു പുതിയ ദൂതിനെ തരാൻ പോകുക. അന്ത്യകാലത്തെ കുറിച്ചുള്ള വെളിപ്പാട് നിന്നെ കൊണ്ട് ഞാൻ എഴുതിക്കാൻ പോകുക. ഇന്ന് നീ പകൽ അറിയണം, നീ തകർന്നു പോകാൻ അല്ല ദൈവം വിളിച്ചത്, പുതുവഴികളെ നിനക്ക് വേണ്ടി തുറക്കുവാൻ വേണ്ടിയാ. നീ തകർന്നു പോയെടുത്ത ദൈവം നിന്നെ പുതുവഴികൾ തുറക്കുവാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം അവ പത്മോസിനകത്ത് തകർന്നു പോയെന്ന് ഒരു വൃദ്ധനായ യോഹന്നാൻ പറയുമ്പോ സ്വർഗം പറയുക, അന്ത്യകാലത്തെ കുറിച്ചുള്ള വെളിപ്പാട് നിനക്ക് ഞാൻ കൈമാറാൻ പോകുക. 7 സഭകൾക്കുള്ള ദൂത് നിന്റെ മേൽ തരുവാൻ പോകുക. യോഹന്നാൻ പുറകേക്ക് തിരിഞ്ഞു നോക്കുമ്പോ മാറത്ത് പൊൻകച്ച കെട്ടിയവനായ മനുഷ്യപുത്രനോട് സദൃശനായവനെ ഞാൻ കണ്ടു. ഇന്ന് പകലെ ആത്മാവിനകം തിരിച്ചറിയാവോ, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത്, നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് പറയുന്നു, യേശു വിളിച്ചു പറയുന്നു, മനസ്സാന്തരപ്പെടുവീ, ദൈവരാജ്യം സമീപിച്ചിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കാരണം ഈ ഭൂമിയിലെ എല്ലാം നഷ്ടപ്പെട്ടു പോകും മക്കളെ. നഷ്ടപ്പെടാത്ത ഒന്ന് മാത്രമേ ഉള്ളൂ, നിത്യജീവൻ.
ജീവനാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിലെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകും, നിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകും. ഇന്ന് പകൽക്ക് നിന്റെ വാഹനം നീ ഉപേക്ഷിക്കേണ്ടി വരും. നീ നേടിവെക്കുന്ന ദൈവത്തിന് വേണ്ടിയാണെങ്കിൽ നീ ഇന്ന് പകൽക്കാലം വിളിച്ചു പറ. നീ കോട്ട പോലെ കെട്ടിയാൽ, മനുഷ്യനെ വക്രതയോട് സംസാരിച്ച് അവന്റെ കയ്യിലുള്ള സമ്പത്ത് സ്വരൂപിച്ചാൽ ഇവിടെ വെച്ചത് ഉപേക്ഷിക്കേണ്ടവരോ എന്ന് പറയും. ഇന്ന് ഉടുക്കാനും ഉടുക്കാനും ഉണ്ണാനുണ്ട്, മതി എന്ന് വെപ്പിന്ന് സ്വർഗം പറയുന്നെങ്കിൽ, നീ കണ്ടെത്തിയത് യേശുവിനെ ആണെങ്കിൽ ഇന്ന് പകൽക്കാലം അറിയണം, എനിക്ക് ദൈവം അനുകൂലമാണെങ്കിൽ എനിക്ക് പ്രതികൂലം ആരാണുള്ളത്? ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? മനുഷ്യൻ മുഴുവൻ എതിരായി നിന്നവനാണ് യോഹന്നാൻ. പൗലോസ് മനുഷ്യൻ മുഴുവൻ എതിരായി നിന്നതാ. പത്രോസ് മനുഷ്യൻ മുഴുവൻ എതിരായി നിന്നതാ. അവർക്ക് വേണ്ടി എല്ലാം ഇറങ്ങി വന്ന ഒരു സർവശക്തനായ ദൈവമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പറയണം, മനുഷ്യനോട് എന്ത് ചെയ്യുവാൻ പറ്റോ? ദൈവം എനിക്ക് അനുകൂലമാ. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് വിളിച്ചു പറയും, എന്റെ കർത്താവ് എന്റെ കൂടെ ഉള്ളതിനാ. ഹല്ലേലൂയ. ഈ പ്രതിസന്ധിയെ ഞാൻ ജയിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുവോ? വെളിപ്പാട് പുസ്തകത്തിനകത്ത് 21-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം കൊണ്ടൊന്ന് വായിച്ചേ. 21-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അന്ത്യബാധ 7 നിറഞ്ഞ് 7 കലശമുണ്ടായിരുന്ന അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശമുണ്ടായിരുന്നു. 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി. യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്നു തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. ഹല്ലേലൂയ. ഇതുപോലൊരു ഉയർന്ന മലയിലേക്കാണ് യേശുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി പിശാച് കൂട്ടിക്കൊണ്ടുപോയേ. അവിടെ പറഞ്ഞു, നീ എന്നെ നമസ്കരിക്കുകയാണെങ്കിൽ ഇത് മുഴുവൻ ഞാൻ നിനക്ക് നൽകാം. യേശു പിശാചിനെ അവിശ്വസിച്ച് പുറത്താക്കി. ഇവിടെ നോക്കി, സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവത്തേജസ്സുള്ളതായി ഇറങ്ങി വരുന്നത് കാണിച്ചു തന്നു. അതിന്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെയായിരുന്നു. അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. 12 ഗോപുരങ്ങളും 12 ദൂതന്മാരും ഉണ്ടായിരുന്നു. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളും 12 ഗോത്രങ്ങളുടെയും പേർ കൊത്തിയിട്ടുമുണ്ട്. 12 ഗോത്രങ്ങളുടെയും പേർ കൊത്തിയിട്ടുണ്ട്. യേശു കർത്താവിനോട് പത്രോസ് അപ്പോസ്തലൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചാൽ ഞങ്ങൾക്ക് എന്താണ് പ്രയോജനം? എല്ലാം വിട്ടു, ഞങ്ങൾക്ക് എന്താണ് പ്രയോജനം? അവിടെ പറഞ്ഞൊരു വാക്കായി ഇവിടെ കൊടുക്കുന്നേ, ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെയും പേർ കൊത്തിയിട്ടുമുണ്ട്. 12 ഗോത്രങ്ങളുണ്ട്. ഈ ഗോത്രങ്ങളെ ഭരിപ്പാൻ ദൈവം അവരെ ആക്കും. 12 അപ്പോസ്തോലന്മാരെ ദൈവം വിളിച്ചു. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര അപ്പോസ്തോലന്മാരെ വിളിച്ചേക്കുന്നേ? 12 പേരെ. ഒരു യൂദാ പോയി, പകരം പൗലോസിനെ വെച്ച് 12. ഈ 12 അപ്പോസ്തോലന്മാരെ ഇവിടെ പറയുന്നു, നിങ്ങൾ നോക്കിയേ, ഇസ്രായേൽ ഗോത്രത്തെ ഭരിക്കുവാനുള്ള അധികാരം അവരുടെ മേൽ കൊടുക്കുന്നു. മറ്റ് യോന ലൂക്കോസിലേക്കൊക്കെ വരും, നിങ്ങൾക്കത് കാണാം. അമ്മ പേർ കൊത്തിയിട്ടുണ്ട്. കിഴക്ക് നിന്ന് വായിച്ചു. ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാർ. ഇപ്പോഴാണ് ഞാൻ പറഞ്ഞത്, കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാര്. ഇവിടെ കൊണ്ട് അപ്പോസ്തലൻ തീർന്നു കേട്ടോ. ഇപ്പം ആരുടെയും പേരിൻ്റെ കുറേ അപ്പോസ്തലൻ കിടപ്പുണ്ടെങ്കിൽ അത് കൂട്ടണ്ട. ഇസ്രായേൽ 12 ഗോത്രങ്ങളെ ഭരിക്കുവാനുള്ളവരെ നസ്രനാം യേശു തിരഞ്ഞെടുത്തു. പിടികിട്ടുന്നോ? നിങ്ങളുടെ അകത്ത് പിടികിട്ടിയോ? 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. പിന്നെ പത്രോസിൻ്റെ സിംഹാസനം, പൗലോസിൻ്റെ സിംഹാസനം, ഇതൊന്നുമില്ല, അതൊക്കെ കഴിഞ്ഞതാ. ഇവിടെ യേശു ക്രിസ്തു പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരെ പത്രോസ് ചോദിക്കുന്നു, ഇതെല്ലാം വിട്ട് ഞങ്ങൾ നിൻ്റെ പിന്നാലെ വന്നാൽ
ഞങ്ങൾക്ക് ഇസ്രായേൽ ഗോത്രത്തെ ഭരിക്കുവാൻ 12 സിംഹാസനങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് നൽകും. ഈ 12 സിംഹാസനത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം പറയുന്നു. 14-ാമത്തെ വാക്യം, നഗരത്തിൽ മതിൽ 12 അടിസ്ഥാനമുണ്ടത്, അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 അപ്പോസ്തലന്മാരും 12 പേരുമുണ്ട്. അപ്പൊ ഈ 12 പേരെ അപ്പോസ്തലന്മാരുള്ളൂ. പിന്നെ വരുന്നത് ശുശ്രൂഷകന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, ഉപദേഷ്ടാക്കന്മാരുണ്ട്, രോഗശാന്തി, വരപ്രാപ്തം, ഇങ്ങനെ പലതിനെ തിരഞ്ഞെടുക്കുന്നെങ്കിലും നിങ്ങളുടെ അകത്ത് വ്യക്തതയോടുകൂടി അറിയണം, അപ്പോസ്തലന്മാർ എത്ര പേരേ ഉള്ളൂ? 12. ഇനി ആരുടെ പുറയിൽ അപ്പോസ്തലൻ എന്ന പേര് കണ്ട ഒന്ന് നോക്കണ്ട, അത് ക്രിസ്തുവിൻ്റെ സിംഹാസനത്തിന്മേൽ ക്രിസ്തുവിൻ്റെ കുഞ്ഞാടിൻ്റെ അപ്പോസ്തലനല്ല, ഇവിടുത്തെ അപ്പോസ്തലന്മാരാണ്. അതിനായി കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുക. അപ്പോൾ അടിസ്ഥാനം അതിന് കുഞ്ഞാടിൻ്റെ 12 അപ്പോസ്തലന്മാരും 12 പേരുമുണ്ട്. എന്നോട് സംസാരിച്ചവന് നഗരത്തെയും അതിന്റെ ഗോപുരങ്ങളെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ള ഒരു അളവുകോൽ ഉണ്ടായിരുന്നു. നഗരം സമചതുരമായി കിടക്കുന്നു, അതിന്റെ വീതിയും നീളവും സമം. അളവുകോൽ കൊണ്ട് അവൻ നഗരത്തെ അളന്നു, 1200 നാഴിക കണ്ടു. അതിന്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ. ഹല്ലേലൂയ. അത്ര മതി. ഈ പകല് നിങ്ങളുടെ അകത്തറിയുന്നുണ്ടോ ക്രിസ്തുവിൻ്റെ തേജസ്സിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്നത്? 2 കൊരിന്ത്യരിലേക്ക് വരുമ്പോൾ നമ്മൾ വായിച്ച ഭാഗത്തിനകത്തേക്ക് തിരിച്ച് ഞാൻ വരിക. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞു, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഇന്നീ പകല് നമ്മൾ അറിയണം, ഈ ആത്മാവ് ആരുടെ കൂടെയുണ്ട്? നമ്മുടെ കൂടെ ഉണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? കർത്താവിൻ്റെ ഈ ആത്മാവാണ് രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിനെ നടത്തേണ്ടത്. ഈ പരിശുദ്ധാത്മ, ഈ ആത്മാവിൽ വേണം നിങ്ങൾ മുന്നോട്ടുള്ള നടക്കപ്പെടാൻ. എന്നാൽ മൂടുപടം നീങ്ങിയെടുത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് ആകുന്നു. നമ്മളെ ദൈവം വിളിച്ച തേജസ്സിലേക്കാ. ഹല്ലേലൂയ. വരുന്ന ആഴ്ച തന്നെ തുടർമാനമായി ഞാൻ എടുക്കും. തേജസ്സിലേക്കാണ് നമ്മൾ അകത്ത് വ്യക്തതയോടെ അറിയണം. നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവാണ്. ഈ ആത്മാവ് ദൈവത്വ സ്വാതന്ത്ര്യം വരുത്തിയ ആത്മാവാണ്. ഈ ആത്മാവിനെ ഒരു ശക്തിക്കും പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. ഈ ആത്മാവിനാൽ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, പത്രോസ് അപ്പോസ്തലൻ പടകിനകത്ത് നിറച്ച മീൻകൂട്ടത്തെ കണ്ട് അത്ഭുതം തോന്നി. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ വന്നപ്പോൾ പത്രോസിൻ്റെ നിഴൽ വീണ് രോഗി സൗഖ്യമായപ്പോൾ പത്രോസിന് അത്ഭുതം വന്നോ? എന്നോടുണ്ടോ നിങ്ങൾ? പത്രോസിൻ്റെ വഴിയോരത്തിട്ടിരുന്ന മനുഷ്യൻ്റെ മുഴുവൻ അരികിൽ കൂടെ നടന്നു പോകുമ്പോൾ പത്രോസിൻ്റെ നിഴലിലിട്ട് രോഗി സൗഖ്യമായി. ഭൂതകസ്തർ പിടിപ്പിക്കപ്പെടുന്നു. പത്രോസിന് ഒരു അത്ഭുതങ്ങൾ തോന്നിയില്ല. പത്രോസിന് ഒരു കാര്യം മനസ്സിലായി, കർത്താവിൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഈ പകലിൽ നിങ്ങളുടെ അകത്തറിയണം, നിങ്ങളുടെ കൂടെ ദൈവത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ പ്രതിസന്ധി എത്ര വലിയ പിശാച് കൊണ്ട് കെട്ടിയാലും എത്ര വലിയ അടച്ചാലും വാഗ്ദത്തം നിങ്ങളുടെ മേലും നിങ്ങളുടെ തലമുറകളുടെ മേലും ദൈവമിട്ടെങ്കിൽ അത് തന്നെ വന്ന് ചേരുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ അകത്തുള്ള നമ്മുടെ കാഴ്ചകൾ മാറണം, നമ്മുടെ ചിന്താഗതി മാറണം. നമ്മൾ ചെങ്കടലിന് മുന്നിൽ നിന്ന് നിലവിളിക്കുന്ന ദാസനല്ല, നമ്മൾ പുത്രന്മാരാണ്. ഹല്ലേലൂയ. നമ്മൾ പ്രതികൂലത്തെ കണ്ട് ഭയപ്പെടുന്നവരല്ല, പ്രതികൂലത്തെ ജയിച്ച ഒരുവനാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. കല്ലറകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ അതേ ആത്മാവ് നിങ്ങളുടെ മേൽ തന്നിട്ട് കൊലോസ്യലേഖനം ക്രിസ്തുവിനോടുകൂടെ നിങ്ങളെ ഉയർപ്പിച്ചുവല്ലോ എന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പം നമ്മുടെ അകത്ത് വെളിപ്പെട്ടു വരണം, എൻ്റെ കൂടെ എൻ്റെ കർത്താവ് ഉള്ളതിനാൽ ഈ പ്രതിസന്ധി എന്നെ തകർത്ത് കളയത്തില്ല, ഈ പ്രതികൂലം എന്നെ തോൽപ്പിക്കത്തില്ല. ഞാൻ ക്രിസ്തു യേശുവിൽ
യേശുവിനാൽ ജയോത്സവപരമായി എന്നെ നടത്തുന്ന ഒരു ദൈവം എൻ്റെ മേലുണ്ട്. ആമീൻ. നമ്മൾ രോഗികളായി പോകുന്നതിൻ്റെ കാരണം ഇതാണ്, എൻ്റെ കൂടെയുള്ള. അതുകൊണ്ടാണ് യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി പറയുന്നത്. ആമീൻ. ചിലർ ഇതിലെ രോഗിയായി പോകുന്നതിൻ്റെ കാരണം വിശ്വാസമില്ലായ്മ. ചിലർ പറയുന്നു ഈ മേശയിൽ പങ്കാളിയാകുമ്പോൾ, കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഉടമ്പടിയിലാകുമ്പോൾ ഞാൻ ഇന്നൊരു സൗഖ്യത്തോടെ മടങ്ങിപ്പോകുമെന്ന് വിശ്വസിച്ചാൽ നീ ഇന്ന് സൗഖ്യത്തോടെ മടങ്ങിപ്പോകുന്നവനായി മാറും. ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസത്തിനകത്ത് അറിയണം യേശുവിനുള്ള വിശ്വാസം എങ്ങനെയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, പഴയ നിയമത്തിലെ ദാവീദിന്റെ ഗോലിയാത്തിന്റെ കഥ പറഞ്ഞു പോകാനുള്ളതല്ല. ഹല്ലേലൂയ. കാരണം ദൈവരാജ്യം പറയുന്നു, യേശു പറയുന്നു, ആമീ, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മനസ്സാന്തരപ്പെടുവി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറയണം, അവന്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകരപ്പെട്ടു. ഇന്ന് പകർന്നു, ആമീ, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്, ഒരു നാൾ നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. മനുഷ്യൻ നിന്നോട് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നു, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി അത്രേ കൂടി വ്യാപരിക്കുന്നത്. നിനക്ക് പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യങ്ങൾക്കാണ് അതിനപ്പുറം ജയം തരുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഇന്ന് പകൽക്കാലം നീ പ്രതികൂലത്തിനകത്താന്ന് ലോകം പറഞ്ഞാൽ, ആമീ, നീ പോലും അറിയാതെ ആമീ ദൈവം ഒരു അത്ഭുത വഴികളെ തുറന്നു തരും. നിന്റെ തലമുറയ്ക്കകത്ത് അടയപ്പെട്ടെന്ന് പറയാ, നിന്നെ കുറിച്ച് നാട്ടുകാർ പറയും, ആമീ ലോകം പറയുക, ആമീ പത്രോസിനെ നോക്കി ലോകം പറഞ്ഞു. നാളെ നേരം വെളുക്കുമ്പോ പത്രോസിനെ തിരച്ഛേദം ചെയ്തു കഴിയും. എന്നാൽ ലോകം പറഞ്ഞതല്ല നടക്കുന്നത്. സ്വർഗത്തിനൊരു നിയമമുണ്ട്. അവ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. സ്വർഗത്തിനൊരു നിയമമുണ്ട്. ആമീ ഭൂമിയിലെ നിയമം, ആമീ ഹെരോദാവിന്റെ മുഖാന്തരം ആമീ പത്രോസിന്റെ തല വെട്ടണമെന്നാണെങ്കിൽ സ്വർഗത്തിന്റെ നിയമം അതല്ല. കാരാഗ്രഹത്തിൽ പുറത്ത് പത്രോസിനെ കൊണ്ടുവരണമെന്നാണെങ്കിൽ ഇന്ന് പകൽ നീ വിശ്വസിക്കാൻ റെഡിയാക. നിന്നെ പുറത്തു കൊണ്ടുവരണമെന്നാണ് സ്വർഗത്തിന്റെ പദ്ധതി എങ്കിൽ ഇന്ന് പകൽ വിശ്വസിച്ചോ, അത് നിന്നെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യുക. നിന്റെ തലമുറയെ പുറത്തു കൊണ്ടുവരിക, നിന്റെ ഭവനത്തെ പുറത്തു കൊണ്ടുവരിക. ആമീ അതിനെ തടയുക ഒരു ശക്തിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാണ് എനിക്കുള്ളത്? ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വസിക്കാൻ റെഡിയാക. എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ആത്മാവ്, പക്ഷെ ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാ. ഞാൻ കർത്താവിന് പ്രയോജനപ്പെടുന്നവനാണോ? ഞാൻ കർത്താവിന് പ്രയോജനപ്പെടുന്നവനാണോ? സ്വയത്തിൽ നീതീകരിക്കില്ലേ? ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുന്നവനാണോ? കർത്താവിൻ്റെ ശരീരത്തിൻ്റെ അവയവമാണ് ഞാൻ. പൗലോസിനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ പൗലോസ് പറയുന്നു, ഞാൻ കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിലുള്ള ക്രിസ്തുവാണ്. ഈ പകല് നിങ്ങളുടെ അകത്തുനിന്ന് പറയണം, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞു, ഇനി ഞാൻ ക്രിസ്തുവിനുള്ളതാ. കർത്താവിൻ്റെ വരവിനായി ഞാൻ കാത്തിരിക്കുന്നതാ. ഞാൻ ക്രിസ്തുവിനുള്ളതാ. ഈ ലോകത്ത് എന്ത് സംഭവിക്കുന്നു എന്നെ ബാധിക്കത്തില്ല. ഈ ലോകക്കാരെന്ത് പറയുന്നു എന്നെ ബാധിക്കത്തില്ല. എന്നെ കരുതാൻ ഒരു നല്ല കർത്താവുണ്ട്. ഹല്ലേലൂയ. എൻ്റെ പ്രതിസന്ധികളെ കരുതാൻ ഒരു നല്ല കർത്താവുണ്ട്. എല്ലാ കണ്ണുകളും അടച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച്, ഫാദർ ഐ താങ്ക് യു ലോർഡ്. കർത്താവ് ഇന്ന് പകലിൽ അപ്പോസ്തലന്മാർ ക്രിസ്തുവിനെ ശക്തിയോടെ പ്രസംഗിച്ചതുപോലെ കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കരുണ ഞങ്ങളുടെ കൂടെ ഇരിക്കണം. കർത്താവ് അങ്ങയുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾ. അധികമായി പരിശുദ്ധാത്മാവേ ഞങ്ങളെ നടത്തണമേ എന്ന്. ഞങ്ങളുടെ ഹിതപ്രകാരമല്ല, അങ്ങയുടെ ഹിതപ്രകാരം കർത്താവിൻ്റെ ആത്മാവിനാൽ ഞങ്ങൾ നടത്തപ്പെടുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവ് അധികമായി ഞങ്ങളെ നടത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച്. ഇന്ന് അനുഭവിക്കുന്ന ചില പ്രതിസന്ധികളൊക്കെ ഉണ്ട്. അതെല്ലാം കർത്താവിനാൽ ഞങ്ങൾ കടന്നു പോവും. യേശുവിൻ്റെ നാമത്തിൽ ദേശത്ത് അനുഭവിക്കുന്ന ചില നിന്ദകളുണ്ട്. അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ മാറിപ്പോവും. കാരണം ഞങ്ങളെ നടത്തുന്നത് അങ്ങയുടെ പരിശുദ്ധാത്മാവാണ്. അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങൾ ഈ മതിൽ ചാടിക്കടക്കുക തന്നെ ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ കർത്താവേ, തൃക്കരങ്ങളിലേക്ക് സഭയും സഭയിലായിരിക്കും ഓരോരുത്തരെയും ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് കൂടെ ഇരിക്കണമേ. ദൈവത്തിൻ്റെ മഹത്വം കൂടെ ഇരിക്കണമേ. കർത്താവിൻ്റെ കരുതൽ കൂടെ ഇരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ കർത്താവേ,
തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ കർത്താവേ. അങ്ങയുടെ കരുണ കൂടെ ഇരിക്കണമേ. വരും ദിവസങ്ങളിൽ ദൈവികമായ വലിയ പ്രവർത്തികൾ ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം കൂടെ ഇരിക്കട്ടെ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകല നന്മകളാലും ജനത്തെ നിറയ്ക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ